ഹലോ സ്റ്റുഡൻസ്, ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണ് നിങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ടോപ്പിക്സുകൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഓരോ ചാപ്റ്ററിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്, ഇതിൽ നിന്നിനി സെലക്ട് ചെയ്യാൻ നിൽക്കുകയും ചെയ്യരുത്. നോക്കാം. ആദ്യം നമ്മൾ ലിവിങ് വേൾഡിൽ പഠിക്കേണ്ടത് ടാക്സോണമിക് ഹെയറാർക്കി, അതിൻ്റെ ഓർഡറാണ് പഠിക്കേണ്ടത്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഫസ്റ്റ് പഠിക്കേണ്ടത് അതാണ്, ടാക്സോണമിക്കൽ ഹെയറാർക്കി. ഇത് ഡിസെൻഡിങ് ഓർഡറിലാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് എക്സ്പാൻഡ് ദ ഫോളോയിങ്, ICBN. ICBN എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. ഓക്കെ, ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ ആണ്. ICZN ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. രണ്ടിൻ്റെ എക്സ്പാൻഷൻ ശ്രദ്ധിക്കണം. ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ, ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ എന്നിങ്ങനെ രണ്ടെണ്ണമായിട്ട് എക്സ്പാൻഡ് ചെയ്ത് പഠിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോക്കിവിടെ രണ്ട് സയൻറ്റിഫിക് നെയിമുകളാണ് തന്നിരിക്കുന്നത്. മാൻ, ഹൗസ് ഫ്ലൈ. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. മാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഷീസ് നെയിം സാപ്പിയൻസ്, ജീനസ് നെയിം ഹോമോ, ഫാമിലി ഹൊമിനിഡേ ആണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ പ്രിമേറ്റ, ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് മമാലിയ. ഒന്നും കൂടെ നോക്കണം. സ്പീഷീസ് സാപ്പിയൻസ്, ജീനസ് ഹോമോ, ഫാമിലി ഹൊമിനിഡേ ആണ്, പ്രിമേറ്റ അല്ല, ഹൊമിനിഡേ. ഓർഡർ എന്ന് പറയുന്നത് പ്രിമേറ്റ, ക്ലാസ് എന്ന് പറയുന്നത് മമാലിയ. ഫൈലം എന്ന് പറയുന്നത് ഫൈലം കോർഡേറ്റ, കിങ്ഡം അനിമാലിയ. ഇനി ഇവിടെ ഹൗസ് ഫ്ലൈ. ഓക്കെ, ഡൊമസ്റ്റിക്ക എന്നുള്ളത് സ്പീഷീസ് നെയിം, മസ്ക എന്നുള്ളത് ജീനസ് നെയിം, മ്യൂസിഡേ എന്നുള്ളത് ഫാമിലി, ഡിപ്റ്റെറ എന്നുള്ളത് ഓർഡർ, ക്ലാസ് ഇൻസെക്റ്റ, ഫൈലം ആർത്രോപോഡ. ഓക്കെ, പിന്നെ അത് ബിലോങ് ചെയ്യുന്ന കിങ്ഡം അനിമാലിയ. ഇതാണ് രണ്ടെണ്ണം നമ്മളിവിടെ പഠിക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ചോദ്യം വരിക മാൻ സയൻറ്റിഫിക് നെയിമാണ്, ഹോമോ സാപ്പിയൻസ്, അതുപോലെ തന്നെ മറ്റൊന്ന് ഹൗസ് ഫ്ലൈ, മസ്ക ഡൊമസ്റ്റിക്ക. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് വരാം. അനിമൽ കിങ്ഡം. അനിമൽ കിങ്ഡത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഇത് മൂന്നെണ്ണമാണ്. ഈ ഫിഗർ മൂന്നെണ്ണം പഠിക്കുക. ഇതെന്താണ്? സീലോമേറ്റ് ആണ്. ഇത് സ്യൂഡോ സീലോമേറ്റ് ആണ്. ഇതെന്താണ്? എസീലോമേറ്റ് ആണ്. നോക്കിക്കോണേ, ഇത് സീലോമേറ്റ്, ഇത് സ്യൂഡോ സീലോമേറ്റ്, ഇത് എസീലോമേറ്റ്. ഈ സ്യൂഡോ സീലോമേറ്റിൻ്റെ എക്സാമ്പിളാണ് പ്രധാനപ്പെട്ടത്. സ്യൂഡോ സീലോമേറ്റിൻ്റെ എക്സാമ്പിളാണ് ആഷ് ഹെൽമിന്തസ് എന്ന് പഠിക്കണം. ആഷ് ഹെൽമിന്തസ്. ഓക്കെ, ഇനി എസീലോമേറ്റ് നോക്കുകയാണെങ്കിൽ പൊരിഫറ, സീലൻഡ്രേറ്റ, ടെനോഫോറ, പ്ലാറ്റി ഹെൽമിന്തസ്. ആദ്യത്തെ 4 ഫൈലം. ഓക്കെ, പൊരിഫറ, സീലൻഡ്രേറ്റ, ടെനോഫോറ, പ്ലാറ്റി ഹെൽമിന്തസ്, ഇതൊക്കെ എസീലോമേറ്റ് ആണ്. സ്യൂഡോ സീലോമേറ്റ് ആയിട്ടുള്ളത് ആഷ് ഹെൽമിന്തസ് മാത്രമാണ്. അനലിഡ തുടങ്ങി കോർഡേറ്റ് വരെയുള്ള ഫൈലം എല്ലാം തന്നെ, അതായത് അനലിഡ തുടങ്ങിയിട്ട് നമുക്ക് പറയാം 6ാമത്തെ ഫൈലം തുടങ്ങി 11ാമത്തെ ഫൈലം വരെയുള്ളതെല്ലാം എന്ത് തന്നെയാണ്? സീലോമേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഫിഗറിൽ നമ്മൾ പഠിക്കേണ്ടത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പോളിപ്പ് മെഡൂസയുടെ ഡിഫറൻസ് ആണ്. നോക്കാം, ഇത് പോളിപ്പാണ്, ഇത് മെഡൂസയാണ്. ശ്രദ്ധിച്ച് കേട്ടോളാം. ഇത് പോളിപ്പ്, ഇത് മെഡൂസ. എന്താണ് പോളിപ്പും മെഡൂസയും തമ്മിലുള്ള ഡിഫറൻസ്? പോളിപ്പ് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ഇത് സിലിണ്ടറിക്കൽ ഷേപ്പാണ്, സെസ്സൈലാണ്. ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല, സെസ്സൈലാണെന്ന് പറയാം. പോളിപ്പ് സിലിണ്ടറിക്കൽ സെസ്സൈലാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെഡൂസ അംബ്രല ഷേപ്പ്, കുട പോലെയാണ്. അതുപോലെ തന്നെ ഫ്രീ സ്വിമ്മിംഗ് ആണ്. അംബ്രല ഷേപ്ഡ് ആണ്, ഫ്രീ സ്വിമ്മിംഗ് ആണ് എന്നും പറയാം. ഓക്കെ, നോക്കൂ, പോളിപ്പ് സിലിണ്ടറിക്കൽ സെസ്സൈൽ, മെഡൂസ അംബ്രല ഷേപ്ഡ് ആണ്, ഫ്രീ സ്വിമ്മിംഗ് ആണ് എന്ന് പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോൺട്രിക് തൈസും ഓസ്റ്റിക് തൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നോക്കൂ, ഒരു 5 പോയിന്റ് നമുക്ക് പഠിക്കണം. കോൺട്രിക് തൈസും അതുപോലെ തന്നെ ഓസ്റ്റിക് തൈസും തമ്മിലുള്ള ഡിഫറൻസ്. കോൺട്രിക് തൈസ്, മറ്റൊന്ന് ഓസ്റ്റിക് തൈസ്. കോൺട്രിക് തൈസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻഡോസ്കെലിറ്റൻ കാർട്ടിലേജിനസ് ആണ്. ഇതിൻ്റെ അസ്ഥി എന്ന് പറയുന്നത് കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. സോ വി കൺ റൈറ്റ് ഇറ്റ് ആസ് എൻഡോസ്കെലിറ്റൻ കാർട്ടിലേജ്. ഈ ഒരു ഓസ്റ്റിക് തൈസിൻ്റെ എൻഡോസ്കെലിറ്റൺ എന്ന് പറയുന്നത് ബോൺസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. 2, ഈ കോൺട്രിക് തൈസിൻ്റെ സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ
പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ്. പ്ലക്കോയിഡ് സ്കെയിൽസ്. ഇവിടെയാണെങ്കിൽ സൈക്ലോയിഡ് ഓർ ടിനോയിഡ് സ്കെയിൽസ് എന്ന് പറയും. സൈക്ലോയിഡ് ഓർ ടിനോയിഡ് സ്കെയിൽസ് ആണ് ഓസ്റ്റിക്ടൈസിൻ്റേത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എയർ ബ്ലാഡർ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് എയർ ബ്ലാഡർ ഇല്ല. ഇവർക്ക് എയർ ബ്ലാഡർ പ്രസൻ്റ് ആണ് ഓസ്റ്റിക്ടൈസിന്. അതെന്തിനു സഹായിക്കുന്നു? ബോയൻസി, വെള്ളത്തിൽ ഒരു പൊസിഷനിൽ നിൽക്കാനൊക്കെ സഹായിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വെൻട്രൽ മൗത്ത് നോക്കുകയാണെങ്കിൽ മൗത്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ വെൻട്രലാണ്. ഇവിടെ ഞാൻ പറയുന്നു ടെർമിനലാണ് മൗത്ത്, ടെർമിനലാണ്. ഇനി കോൺട്രിക്ടൈസ് മറൈനാണ്. ഓസ്റ്റിക്ടൈസ് മറൈനുമുണ്ട്, ഫ്രഷ് വാട്ടറുമുണ്ട്. ഒരു പോയിന്റും കൂടെ ഞാൻ പറയാം. അതായത് കോൺട്രിക്ടൈസ് വിവിപാരസ് ആണ്, പ്രസവിക്കുന്നവരാണ്. ഓസ്റ്റിക്ടൈസ് ഓവിപാരസ് ആണ്, എഗ് ലേയിങ് ആണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത്. ക്ലിയർ ആയല്ലോ? ഇതാണ് കോൺട്രിക്ടൈസും ഓസ്റ്റിക്ടൈസും തമ്മിൽ ഡിഫറൻസ്. ഒന്ന് എൻഡോസ്കെൽട്ടൻ കാർട്ടിലേജ്, എൻഡോസ്കെൽട്ടൻ ബോണി, സ്കെയിൽസ് പ്ലക്കോയിഡ്, ഇവിടെ സൈക്ലോയിഡ് അല്ലെങ്കിൽ ടിനോയിഡ്. ഇവിടെ എയർ ബ്ലാഡർ ഇല്ല, ഇവിടെ എയർ ബ്ലാഡർ പ്രസൻ്റ് ആണ്, ബോയൻസിക്ക് സഹായിക്കുന്നു. വെൻട്രൽ മൗത്താണ്, ടെർമിനൽ മൗത്താണ്. ഇത് മെറൈൻ ആണ്, ഇത് മെറൈനും ഫ്രഷ് വാട്ടർ ആണ്. ഇത് വിവിപാരസ് ആണ്, ഇത് ഓവിപാരസ് ആണ്. അടുത്തിലേക്ക് വരേണ്ടത് പഠിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോർഡേറ്റയുടെ ഒരു ബേസിക് പ്ലാനാണ് ഇവിടെ. അപ്പോൾ ഇത് നമ്മൾ ലേബൽ ചെയ്യാൻ പഠിക്കണം, മാറിപ്പോകരുത്. ഫസ്റ്റ് ഇത് നെർവ് കോഡ് നോക്കുക. ഫസ്റ്റ് ഇത് കൊടുത്തിരിക്കുന്നത് നെർവ് കോഡാണ്, നെർവ് കോഡ്. രണ്ടാമത്തെ തന്നിരിക്കുന്നത് നോട്ടോ കോഡ്. പിന്നെയുള്ളത് ഗിൽ സ്ലിറ്റ്, പിന്നെയുള്ളത് ആനൽ ടെയില്. നോക്കാം, ഇത് ആനൽ ടെയില്, ഇവിടെ ഗിൽ സ്ലിറ്റ്. കേട്ടോ? ഓക്കെ. ഒന്ന് നെർവ് കോഡ്, നോട്ടോ കോഡ്, ആനൽ ടെയില്, ഗിൽ സ്ലിറ്റ്. ഇതാണ് നമുക്ക് പഠിക്കാൻ ഉള്ള സ്ട്രക്ചർ. ഇതിൻ്റെ ലേബലിംഗ് ആണ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത്. ഇനി നമുക്ക് കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ്. കോഡേറ്റ് വേഴ്സസ് നോൺ കോഡേറ്റ്സ്. ഈ കോഡേറ്റിൽ നോട്ടോ കോഡ് പ്രസൻ്റ് ആണ്. ഓക്കെ, കോഡേറ്റ്സിൽ നമുക്ക് പറയാൻ പറ്റും നോട്ടോ കോഡ് പ്രസൻറ്റ്. ഇവിടെ നോൺ കോഡേറ്റ്സിൽ നോട്ടോ കോഡ് ആബ്സെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ സിംഗിൾ ആണ്, ഡോർസൽ ആണ്, ഹോളോ ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം വെൻട്രൽ ആണ്, സോളിഡ് ആണ്, ഡബിൾ ആണ്. വെൻട്രൽ, സോളിഡ്, ഡബിൾ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗിൽ സ്ലിറ്റ് പ്രസന്റ് ആണ്. ഇവിടെ ഗിൽ സ്ലിറ്റ് ആബ്സെന്റ് ആണ്. ഇവിടെ ആനൽ ടെയിൽ പ്രസന്റ് ആണ്. നോൺ കോഡേറ്റിൽ ആനൽ ടെയിൽ ആബ്സെന്റ് ആണ്. പിന്നെ പഠിക്കാനുള്ളത് ഇവിടെ വെൻട്രൽ ഹാർട്ടാണ്, ഇവിടെ ഡോർസൽ ഹാർട്ടാണ്. അത് എല്ലാവർക്കും ഇല്ല, ഉണ്ടെങ്കിൽ എന്നുള്ള അർത്ഥം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നോട്ടോ കോഡ് പ്രസൻറ്റ്, നോട്ടോ കോഡ് ആബ്സെൻറ്റ്. സെൻട്രൽ നെർവസ് സിസ്റ്റം സിംഗിൾ, ഡോർസൽ ഹോളോ. ഇവിടെ സെൻട്രൽ നെർവസ് സിസ്റ്റം വെൻട്രൽ, സോളിഡ്, ഡബിൾ. ഗിൽ സ്ലിറ്റ് പ്രസൻറ്റ്, ഇവിടെ ആബ്സെൻറ്റ്. ആനൽ ടെയിൽ പ്രസൻറ്റ്, ആനൽ ടെയിൽ ആബ്സെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നോക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഈ ചില ആനിമൽസിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻസ്. പ്ലാറ്റിഹെൽമിന്തസ്. പ്ലാറ്റിഹെൽമിന്തസിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ ഫ്ലെയിം സെൽസ് ആണ്. അനലിഡ, നെഫ്രീഡിയ, ആർത്രോപോഡ, മാൽപീജിയൻ ട്യൂബ്യൂൾസ്, മൊളുസ്ക, ഗിൽസ്. ഈ മൊളുസ്കേൻ്റെത് ഗിൽസ് എക്സ്ക്രീഷനും മാത്രമല്ല റെസ്പിറേഷനും സഹായിക്കുന്നുണ്ട്. പ്ലാറ്റിഹെൽമിന്തസ് ഫ്ലെയിം സെൽസ്, അനലിഡ, നെഫ്രീഡിയ, ആർത്രോപോഡ, മാൽപീജിയൻ ട്യൂബ്യൂൾസ്, മൊളുസ്ക, ഗിൽസ്. ഇനി നമുക്ക് എടുക്കാനുള്ളത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ്. ഈ അതിലാദ്യത്തെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ അനിമൽസിൽ ഫ്രോഗാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ സെക്ഷൽ ഡൈമോർഫിസം ഇൻ ഫ്രോഗ്. മെയിൽ ഫ്രോഗിൽ ഒരു വ്യത്യാസമുണ്ട്. മെയിൽ ഫ്രോഗിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോക്കൽ സാക്ക് ഉണ്ട്. മെയിൽസിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോക്കൽ സാക്ക് ഉണ്ട്. രണ്ടാമത്തെ ഒരു ഫീച്ചർ, മെയിൽസിൽ ഫസ്റ്റ് ഡിജിറ്റിൻ്റെ അവിടെ
കോപ്പുലേറ്ററി പാഡ് ഉണ്ട്, അത് ഫീമെയിൽസിലില്ല. ഫസ്റ്റ് ഡിജിറ്റിന് അവിടെ എന്തുണ്ട്? കോപ്പുലേറ്ററി പാഡ്. ഫസ്റ്റ് ഡിജിറ്റിന് അവിടെ കോപ്പുലേറ്ററി പാഡ് ഉണ്ട്, അത് ഫീമെയിലിൽ ഇല്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഒന്ന് പോയ്ക്കിലോതെർമസും അതുപോലെ തന്നെ ഹോമിയോതെർമസും തമ്മിലുള്ള ഡിഫറൻസ്. പോയ്ക്കിലോതെർമസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കണം, ഇത് കോൾഡ് ബ്ലഡഡ് അനിമലാണ്. ഓക്കെ, പോയ്ക്കിലോതെർമസ് എന്ന് പറഞ്ഞാൽ കോൾഡ് ബ്ലഡഡ് അനിമലാണ്. ഇനി ഹോമിയോതെർമസ് എന്ന് പറഞ്ഞാലോ വാം ബ്ലഡഡ് അനിമലാണ്. ഹോമിയോതെർമസ് എന്ന് പറഞ്ഞാൽ വാം ബ്ലഡഡ് അനിമലാണ്. ഇനി നമുക്ക് എന്താണ് എയ്സ്റ്റിവേഷൻ, എന്താണ് ഹൈബർനേഷൻ, ഇത് പഠിക്കണം. എയ്സ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ സമ്മർ സ്ലീപ്പ്, ഫ്രോഗ് നടത്തുന്ന സമ്മർ സ്ലീപ്പിനെയാണ് എയ്സ്റ്റിവേഷൻ എന്ന് പറയാം. വിന്റർ സ്ലീപ്പിന് പറയുന്ന പേര് ഹൈബർനേഷൻ എന്ന് പറയും. നല്ല ചൂടിൽ ഫ്രോഗ് എയ്സ്റ്റിവേഷൻ നടത്തും, നല്ല തണുപ്പിൽ ഫ്രോഗ് ഹൈബർനേഷനും നടത്തും. ഇതാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് സ്പേമിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഫ്രോഗിൽ എങ്ങനെയാണ് സ്പേം ട്രാൻസ്പോർട്ട് ചെയ്യുക. ആദ്യം സ്പേം ടെസ്റ്റിസിൽ നിന്ന് സ്പേം നേരെ വാസ ഇഫറൻഷ്യയിലേക്ക് പോകും. വാസ ഇഫറൻഷ്യ, ഈ വാസ ഇഫറൻഷ്യയിൽ നിന്ന് സ്പേം പോകുന്നത് കിഡ്നിയിലേക്കാണ്. കിഡ്നിയിൽ നിന്ന് ബിഡേഴ്സ് കനാൽ, ബിഡേഴ്സ് കനാലിൽ നിന്ന് ബിഡേഴ്സ് കനാൽ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് യുറീറ്റർ, അതായത് യൂറിനോ ജനൈറ്റൽ ഡക്റ്റ് എന്ന് പറയും. പിന്നെ വരുന്നത് ക്ലോയേക്ക, പിന്നെ വരുന്നത് ക്ലോയേക്കൽ അപ്പർച്ചർ. ക്ലോയേക്ക കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഏതാണ്? ക്ലോയേക്കൽ അപ്പർച്ചർ എന്നും പറയും. ഓക്കെ, ഇതാണ് പഠിക്കേണ്ടത്. ടെസ്റ്റിസ്, വാസ ഇഫറൻഷ്യ, കിഡ്നി, ബിഡേഴ്സ് കനാൽ, യുറീറ്റർ, ക്ലോയേക്ക, ക്ലോയേക്കൽ അപ്പർച്ചർ. ഇനി റെസ്പിറേറ്ററി സിസ്റ്റം ഓഫ് ഫ്രോഗ്. രണ്ട് മെത്തേഡാണ് റെസ്പിറേഷനിലുള്ളത്. ഒന്ന് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ, സ്കിന്നിലൂടെ റെസ്പയർ ചെയ്യുന്നതിനെ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയും. സ്കിന്നിലൂടെയുള്ള റെസ്പിറേഷനെയാണ് നമ്മൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ ലങ്സിലൂടെയുള്ള റെസ്പിറേഷൻ പറയുന്ന പേരെന്താണ്? പൾമോണറി റെസ്പിറേഷൻ എന്നാണ് പറയാം. പൾമോണറി റെസ്പിറേഷൻ. ലങ്സിലൂടെയുള്ള റെസ്പിറേഷൻ പറയുന്നത് പൾമോണറി റെസ്പിറേഷൻ എന്ന് പറയും. നോക്കിക്കോളൂ, സ്കിന്നിലൂടെ എപ്പോഴാണ് റെസ്പയർ ചെയ്യുക? സ്കിന്നിലൂടെ റെസ്പയർ ചെയ്യുന്നത് വെൻ ദേ ആർ ഇൻ വാട്ടർ, അതുപോലെ തന്നെ ലാൻഡിൽ, അതുപോലെ തന്നെ എയ്സ്റ്റിവേഷൻ, ഹൈബർനേഷൻ. ഓക്കെ, അതുപോലെ തന്നെ ലങ്സിലൂടെയുള്ള റെസ്പിറേഷൻ പറയുന്നതാണ് പൾമണറി റെസ്പിറേഷൻ. ഈ ലങ്സിലൂടെ റെസ്പയർ ചെയ്യുക വെൻ ദേ ആർ ഇൻ ലാൻഡ്. ഓക്കെ, ഇതാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റം നോക്കാം. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നമുക്ക് ഹാർട്ടിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഹാർട്ട് 3 ചേമ്പേർഡ് ഹാർട്ടാണ്. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 ചേമ്പേർഡ് ഹാർട്ട്. 2 ആട്രിയ ഉണ്ടാവും, ഒരു കോമൺ ആയ വെൻട്രിക്കിളും ഉണ്ട്. ഓക്കെ, ഹാർട്ടിനെ കവർ ചെയ്തിരിക്കുന്ന മെംബ്രെയിനാണ് പെരികാർഡിയം എന്ന് പറയാം. ഈ ഹാർട്ടിലേക്ക് റൈറ്റ് ആട്രിയത്തിലേക്ക് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നത് സൈനസ് വെനോസസ് എന്ന് പറയും. ഓക്കെ, സൈനസ് വെനോസസ് എന്ന് പറയുന്ന ട്രയാങ്കുലർ ഷേപ്പുള്ള സ്ട്രക്ചറാണ് റൈറ്റ് ആട്രിയത്തിലേക്ക് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നത്. ക്ലിയർ ആണല്ലോ. അതുപോലെ ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നത് പൾമോണറി വെയിനാണ്. റൈറ്റ് ആട്രിയത്തിലേക്ക് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നത് സൈനസ് വെനോസസ്, ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നത് പൾമോണറി വെയിൻ. ഇനി ഈ ആട്രിയത്തിലെ ബ്ലഡുകളെല്ലാം തന്നെ, അതായത് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡും ഓക്സിജനേറ്റഡ് ബ്ലഡും മിക്സിങ് നടക്കുന്നത് വെൻട്രിക്കിളിലാണ്. ഈ മിക്സ്ഡ് ബ്ലഡ് പിന്നെ ഹാർട്ടിൻ്റെ വെൻട്രൽ സൈഡിലുള്ള സാക്കിലേക്ക് പോകും. ഹാർട്ടിൻ്റെ ബാക്ക് വശത്തുള്ള ഒരു സാക്കിലേക്ക് പോകും. അതിൻ്റെ പേരാണ്, നോക്കിക്കോളൂ, അതിൻ്റെ പേരാണ് കോണസ് ആർട്ടീരിയോസസ്. കോണസ് ആർട്ടീരിയോസസ് എന്ന് പറയുന്ന ഒരു സാക്കിലേക്ക് പോകും. ഓക്കെ, അവിടെ വെച്ചിട്ടാണ് ഇത് പമ്പ് ചെയ്യുക. സോ ഹാർട്ടിൻ്റെ വെൻട്രൽ സൈഡിലുള്ള കോണസ് ആർട്ടീരിയോസസിലേക്ക് പോയിട്ടാണ് ബോഡീൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നത് എന്നും പറയാം. ഇതാണ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. പിന്നെ ഇതിൽ എക്സ്ട്രാ പഠിക്കണം, ഇവരുടെ RBCക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ഫ്രോഗിൻ്റെ RBCക്ക് ന്യൂക്ലിയസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന അടുത്ത ചാപ്റ്ററാണ് ബയോമോളിക്യൂൾ എന്ന് പറയുന്നത്. ഇതിൽ ശ്രദ്ധിച്ച് കേൾക്കുക, എന്താണ് കോഫാക്ടേഴ്സ്. ഒരു എൻസൈമിൽ നോൺ പ്രോട്ടീൻ പാർട്ട് ഉണ്ടാവും, വിച്ച് മേക്സ് ദ എൻസൈം കാറ്റലിറ്റിക്കലി ആക്റ്റീവ്. അതിനെയാണ് കോഫാക്ടർ എന്ന് പറയാം. ഞാനിവിടെ എഴുതാം, ഹോളോ എൻസൈം. ഹോളോ എൻസൈം എന്ന് പറയുന്നത് എപ്പോ എൻസൈം പ്ലസ് കോഫാക്ടർ എന്നാ പറയാം. അതായത്
ഒരു എൻസൈമിൽ നോൺ പ്രോട്ടീൻ പാർട്ടിന് പറയുന്ന പേരാണ് കോഫാക്ടർ. അപ്പോൾ അതിൽ പ്രോട്ടീൻ പാർട്ടിന് പറയുന്ന പേരാണ് എപ്പോ എൻസൈം എന്ന് പറയും. ഇങ്ങനെ പ്രോട്ടീൻ പാർട്ടും നോൺ പ്രോട്ടീൻ പാർട്ടും ഉള്ളൊരു എൻസൈമിനെ നമ്മൾ പറയും ഹോളോ എൻസൈം എന്ന് പറയും. രണ്ടാമത്തെ ചോദ്യം നോക്കൂ, ഏതൊക്കെ തരം കോഫാക്ടേഴ്സുകളാണ് ഉള്ളത് നോക്കാം. കോഫാക്ടേഴ്സുകൾ 3 ടൈപ്പ്. ഒന്നാമത്തെ കോഫാക്ടറിന് പറയുന്ന പേര് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്നാണ് പറയുക. ഈ പ്രോസ്തെറ്റിക് ഗ്രൂപ്പിൻ്റെ എക്സാമ്പിളായിട്ട് നിങ്ങൾ പഠിക്കുക ഹീം എന്ന് പറയാം. രണ്ടാമത്തതാണ് കോ എൻസൈം എന്ന് പറയുന്നത്. കോ എൻസൈമിൻ്റെ എക്സാമ്പിളാണ് NAD, NADP. ഇതിൽ പ്രധാനമായിട്ടൊരു കണ്ടൻറ്റ് വൈറ്റമിൻ നിയാസിൻ ആണ്, അതും കൂടെ ജസ്റ്റ് ഓർത്തിരിക്കുക. മൂന്നാമത് മെറ്റൽ അയോൺ ആണ് മറ്റൊരു കോഫാക്ടർ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഏതൊക്കെ തരം കോഫാക്ടേഴ്സ് ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിക്കണം. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് കോഫാക്ടർ ഈസ് റിമൂവ്ഡ് ഫ്രം ആൻ എൻസൈം? ഒരു എൻസൈമിൽ നിന്ന് കോഫാക്ടർ റിമൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? 2 മാർക്കിന് ചോദ്യം വരാറുണ്ട്. അപ്പോൾ അതിന് ആൻസർ നിങ്ങൾ പറയാം, അതിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നഷ്ടപ്പെടും. ഇറ്റ്സ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഈസ് ലോസ്റ്റ് എന്ന് പറയും. ഇനി നമുക്കിവിടെ 2 നൈട്രജൻ ബേസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗറാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുക, ഇത് അഡിനൈൻ എന്ന് പറയും. ഇത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് യുറാസിൽ. ഓക്കെ, നൈട്രജൻ കണ്ടെയ്നിങ് ബേസുകളാണ് നൈട്രജൻ ബേസ്. അപ്പോൾ ഇതിൽ 2 ഫിഗറാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. അതിലൊന്ന് അഡിനൈൻ, ഒക്കെ ഡബിൾ റിംഗ് സ്ട്രക്ചറുള്ള പ്യൂരിനാണ് ഇത് അഡിനൈൻ. ഇത് യുറാസിൽ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഇനി നമുക്ക് വന്നിരിക്കുന്നത് എന്താണ് ന്യൂക്ലിയോസൈഡ് എന്ന് ഞാൻ പറയാം. ഓക്കെ, എന്താണ് ന്യൂക്ലിയോസൈഡ്? ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും തമ്മിലുള്ള ഡിഫറൻസ്. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ ഷുഗറും അതോടൊപ്പം തന്നെ നൈട്രജൻ ബേസിനെയുമാണ് നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയാം. ഇനി ന്യൂക്ലിയോടൈഡ് ആണെങ്കിലോ, ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഫോസ്ഫേറ്റ്, ഷുഗർ, നൈട്രജൻ ബേസ്. ഫോസ്ഫേറ്റ്, ഷുഗർ, നൈട്രജൻ ബേസ്, ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്നും പറയുക. ഓക്കെ, നൈട്രജൻ ബേസ് ഞാൻ പറഞ്ഞു, ഇത് അഡിനൈൻ ആണ്, ഇത് യുറാസിലാണ്. അടുത്തിലേക്ക് വരാം. നമുക്ക് 3 തരത്തിലുള്ള അമിനോ ആസിഡ് സ്ട്രക്ചേഴ്സ് ആണ് പഠിക്കാനുള്ളത്. നോക്കാം. ഒന്ന് ഞാൻ ഗ്ലൈസിൻ പറയാം. ഗ്ലൈസിൻ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ആണ് ഗ്ലൈസിൻ. നമ്മളിതിൻ്റെ ഇത് പഠിക്കണം, സ്ട്രക്ചർ പഠിക്കണം. അമിനോ ഗ്രൂപ്പ് കാർബൺ, പിന്നെ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് H, പിന്നെ ഇവിടെ R എന്ന് പറയുന്ന വേരിയബിൾ ഗ്രൂപ്പിന് പകരം H വരികയാണെങ്കിൽ ഇതിനെ ഗ്ലൈസിൻ എന്ന് പറയും. അപ്പോൾ R റീപ്ലേസ് ചെയ്ത് പകരം H വന്നാൽ ഗ്ലൈസിൻ. ഇനി ഇതേപോലെ തന്നെ അലനൈൻ എന്ന് പറയാം. അലനൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ NH2 അമിനോ ഗ്രൂപ്പ് ഉണ്ട്, C എന്ന് പറയുന്ന കാർബൺ, പിന്നെ COOH കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, H ഹൈഡ്രജൻ ഗ്രൂപ്പ്, പിന്നെ വരുന്നത് CH3 വരികയാണെങ്കിൽ ഇത് അലനൈൻ ആണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് സെറൈൻ എന്ന് പറയും. അതായത് NH2 COOH, ഇവിടെ ഞാൻ H എന്ന് കൊടുത്തു, ഇവിടെ CH2OH. ഇതിന് പറയുന്ന പേരാണ് സെറൈൻ എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് NCERT മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. ഈ 3 സ്ട്രക്ചറും നിങ്ങൾ പഠിക്കണം. ഗ്ലൈസിൻ, അലനൈൻ, സെറൈൻ. അടുത്തിലേക്ക് വരുന്നു ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ പ്രൈമറി മെറ്റബോളൈറ്റ്, സെക്കൻഡറി മെറ്റബോളൈറ്റ്, ഇത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. പ്രൈമറി മെറ്റബോളൈറ്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഹാവിങ് ഐഡൻറ്റിഫയബിൾ ഫങ്ഷൻ ഇൻ ഫിസിയോളജിക്കൽ പ്രോസസ് ലൈക്ക് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ. ഇവർക്ക് നോക്കിയാൽ കാണുന്ന ഒരു ഫങ്ഷൻ ഉണ്ടാകും, ഐഡൻറ്റിഫയബിൾ ഫങ്ഷൻ. അതായത് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ പോലെയുള്ളതിനൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് പ്രൈമറി മെറ്റബോളൈറ്റ്. സെക്കൻഡറി മെറ്റബോളൈറ്റ് എന്ന് പറഞ്ഞാൽ ദ ഡു നോട്ട് ഹാവ് ഐഡൻറ്റിഫയബിൾ ഫങ്ഷൻ. ഒരു നോക്കിയാൽ കാണുന്ന ഒരു ഫങ്ഷൻ ഈ ജീവിയിൽ ഉണ്ടാവില്ല, പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവിയിൽ ഉണ്ടാവില്ല. ഡു നോട്ട് ഹാവ് ഐഡൻറ്റിഫയബിൾ ഫങ്ഷൻ ഇൻ ഹോസ്റ്റ് ഓർഗാനിസം. അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവിയിൽ ഇതിന് കാര്യമായിട്ട് ഫങ്ഷൻ ഉണ്ടാവില്ല. ഇത് ഹ്യൂമൻസിന്, മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുക. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഇതിൻ്റെ എക്സാമ്പിളാണ്, പ്രൈമറി മെറ്റബോളൈറ്റിൻ്റെ എക്സാമ്പിളാണ് ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ്. പിന്നെ നമുക്ക് അമിനോ ആസിഡും പറയാം. സെക്കൻഡറി മെറ്റബോളൈറ്റിൻ്റെ എക്സാമ്പിളായിട്ട് സെൻറ്റ്, സ്പൈസസ്, ഫ്ലാവനോയിഡ്സ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊരു കോളം തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ആ കോളത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ഒന്ന് കരോട്ടിനോയിഡ്, അതായത് പിഗ്മെൻറ്റ്സുകളായിട്ട് കരോട്ടിനോയിഡ്, ആന്തോസയാനിന്. ഓക്കെ, പിന്നെ ആൽക്കലോയിഡ്സ് ആയിട്ട് മോർഫിൻ, കൊഡൈൻ, ടെർപ്പിനോയിഡ്സ് ആയിട്ട് മോണോടെർപ്പീൻ, ഡൈടെർപ്പീൻ, എസെൻഷ്യൽ ഓയിലായിട്ട് ലെമൺ ഗ്രാസ് ഓയിൽ, പിന്നെ ഡ്രഗ്സുകളായിട്ട് വിൻ ബ്ലാസ്റ്റിൻ, കുർക്കുമിൻ, പിന്നെ അതേപോലെ
പിന്നെ ടോക്സിൻസ്, അബ്രിൻ, റെസിൻ, പോളിമറിക് സബ്സ്റ്റൻസുകളായിട്ട് റബ്ബർ, ഗം, സെല്ലുലോസ്. അത്രയും കാര്യങ്ങൾ പഠിക്കാം. ഇതിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലനേഷൻ അടുത്തിൽ തരാം. നോക്കിക്കോളൂ. അപ്പോൾ പ്രൈമറി മെറ്റബോളൈറ്റും സെക്കൻഡറി മെറ്റബോളൈറ്റും അതിൻ്റെ എക്സാമ്പിൾ പഠിക്കുക. ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ഫിഗറാണ്. ഈ ഒരു ഫിഗർ എന്താണെന്ന് ചോദിക്കും. ഇത് കൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞൊരു ഫിഗറാണ്. ഇതിൽ എക്സ് ആക്സിസിൽ വരുന്നത് പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ ആണ്, വൈ ആക്സിസിൽ വരുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പിന്നെ ഇത് ലേബൽ ചെയ്യാനാണ് വരിക. അതായത് ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈമാണ് ഈ താഴെ തന്നിരിക്കുന്ന കുഞ്ഞ് ഗ്രാഫ്. മുകളിൽ വന്നിരിക്കുന്നത് ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈമാണ്. ഇത് ലേബൽ ചെയ്യാനാണ് ചോദ്യം വരാറുള്ളത്. അപ്പോൾ ഒന്ന് ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ ഇത് കൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി എന്നുള്ള ഗ്രാഫാണ്. ഇതിൽ ഒരു ഭാഗത്ത് പ്രോഗ്രസ് ഓഫ് റിയാക്ഷനും മറ്റൊന്ന് പൊട്ടൻഷ്യൽ എനർജിയുമാണ്. പിന്നെ ഇത് സബ്സ്ട്രാറ്റ്, ഇത് പ്രൊഡക്റ്റ്. സബ്സ്ട്രാറ്റിനേക്കാൾ താഴെയാണ് പ്രൊഡക്റ്റ് എങ്കിൽ ഇതൊരു എക്സോതെർമിക് റിയാക്ഷനായിട്ട് കൺസിഡർ ചെയ്യാം. ചോദ്യം വരാൻ ചാൻസ് കുറവാണ്. ഇനി ഇത് നിങ്ങൾ പഠിക്കണം. ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം, ഇത് ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈമാണ്. ഇനി അടുത്ത നെയിം ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ അനിമൽ വേൾഡ്. അറിയാലോ, കൊളേജൻ. ഇതേപോലെ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ബയോസ്ഫിയർ എന്ന് പറയുന്നത് റുബിസ്കോ എന്നുള്ളത് പഠിക്കണം. പിന്നെ ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് കമൻറ്റ്. ഇത് ഏത് ഗ്രാഫ് എന്നുള്ളതാണ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റിയിലെ ടെമ്പറേച്ചറിനെ സംബന്ധിക്കുന്ന ഒരു ഗ്രാഫാണിത്. ഒരു ആവറേജ് ടെമ്പറേച്ചറിൽ എൻസൈം നന്നായിട്ട് വർക്ക് ചെയ്യും. ആ ടെമ്പറേച്ചറിന് പറയുന്ന പേരാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയും. ആ ടെമ്പറേച്ചറിനേക്കാളും താഴേക്ക് പോയി കഴിഞ്ഞാൽ എൻസൈം ഇനാക്റ്റീവ് ആവുകയും ആ ടെമ്പറേച്ചറിനേക്കാൾ മുകളിലേക്ക് പോയാൽ എൻസൈം നശിച്ചു പോവുകയും ചെയ്യും. ഓക്കെ, കാരണം ചൂട് കൂടിയാൽ പ്രോട്ടീൻസ് നശിക്കും. എൻസൈം എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. ഇതാണ് ഒരു ഫാക്ടർ, എൻസൈമിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഇതാണ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റിയിൽ ഒന്ന് ടെമ്പറേച്ചർ. ആവറേജ് ടെമ്പറേച്ചറിൽ എൻസൈം നന്നായിട്ട് വർക്ക് ചെയ്യും. അതിന് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയും. ആ ടെമ്പറേച്ചറിനേക്കാൾ കുറവാണെങ്കിൽ എൻസൈം ഇനാക്റ്റീവ് ആണ്. ആ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലാണെങ്കിൽ എൻസൈം നശിച്ചു പോകും എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മൾ പഠിക്കുന്നത് പി എച്ചിനെ കുറിച്ചാണ്. ഒരു ആവറേജ് പി എച്ചിൽ എൻസൈം നന്നായിട്ട് വർക്ക് ചെയ്യും. ഈ പി എച്ചിനെ നമ്മൾ പറയുന്ന പേരാണ് ഒപ്റ്റിമം പി എച്ച്. ഈ പി എച്ചിനേക്കാൾ താഴേക്ക് വന്നാൽ എൻസൈം ഇനാക്റ്റീവ് ആണ്. ഈ പി എച്ചിനേക്കാൾ മേലേക്ക് വന്നാൽ എൻസൈം ഇനാക്റ്റീവ് ആണ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനെ നമ്മൾ ഒപ്റ്റിമം പി എച്ച് എന്നാണ് പറയുക. ഓക്കെ, ഇത് പി എച്ച്, ഇത് എൻസൈം ആക്ടിവിറ്റി. ഇനി നമുക്ക് ഇതിനെ സംബന്ധിക്കുന്ന മൂന്നാമത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രാറ്റ്. ഇത് മാത്രമായിട്ട് ചോദ്യം വരാറുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രാറ്റ്. സബ്സ്ട്രാറ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എൻസൈമിൻ്റെ ആക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഒരു ഗ്രാഫാണിത്. ഇതാ, സബ്സ്ട്രാറ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എൻസൈമിൻ്റെ ആക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാക്സിമത്തിലേക്ക് എത്തും. മാക്സിമം വെലോസിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എത്ര സബ്സ്ട്രാറ്റ് ആഡ് ചെയ്താലും എൻസൈമിൻ്റെ ആക്ഷൻ കൂടില്ല. ഓക്കെ, ഇതാണ് നമ്മൾ വി മാക്സ് എന്ന് പറയാം, വെലോസിറ്റി മാക്സിമം. ഇത് സബ്സ്ട്രാറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സബ്സ്ട്രാറ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എൻസൈമിൻ്റെ ആക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാക്സിമം വെലോസിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എത്ര സബ്സ്ട്രാറ്റ് ആഡ് ചെയ്താലും എൻസൈം ആക്ടിവിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടേ നടക്കുള്ളൂ. എന്താണ് കാരണം എന്നുള്ളതാണ് ചോദ്യം വരാറ്. അപ്പം നിങ്ങൾ പറയണം ബിക്കോസ് എൻസൈംസ് ആർ ഫ്യൂവർ ദാൻ സബ്സ്ട്രാറ്റ്. ശ്രദ്ധിച്ചേക്കണം, ഇതൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. എന്തുകൊണ്ടാണ് എൻസൈമിൻ്റെ ആക്ഷൻ സബ്സ്ട്രാറ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ആദ്യമൊക്കെ കൂടിക്കൊണ്ടേയിരിക്കും, പക്ഷെ മാക്സിമം വെലോസിറ്റിയിലേക്ക് എത്തിയാൽ പിന്നെ എത്ര സബ്സ്ട്രാറ്റ് ആഡ് ചെയ്താലും എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൂടാത്തത് എന്താണ് എന്ന് ചോദ്യം വരും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസർ വ്യക്തമായിട്ട് കൊടുക്കുക. ബിക്കോസ് എൻസൈംസ് ആർ ഫ്യൂവർ ദാൻ സബ്സ്ട്രാറ്റ് എന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളോടെ പറയുകയുണ്ടായി. ഇനി നോക്കൂ, കാറ്റലിറ്റിക് സൈക്കിൾ. ഇതെന്താണെന്ന് ചോദിക്കും. എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് സബ്സ്ട്രാറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ എൻസൈം സബ്സ്ട്രാറ്റിനെ മുറുകെ പിടിക്കുന്നു. അതായത് സബ്സ്ട്രാറ്റ് എൻസൈമിലേക്ക് വരുന്നു. അതാണ് എൻസൈം. ഞാൻ പറഞ്ഞു സബ്സ്ട്രാറ്റിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് എൻസൈം വരുന്നു. അങ്ങനെ എൻസൈം സബ്സ്ട്രാറ്റ് കോംപ്ലക്സ് ആകും. ശേഷം ഈ എൻസൈം സബ്സ്ട്രാറ്റിലെ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയോ പുതിയ ബോണ്ട് ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആകും. ശേഷം പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ എൻസൈം ഈ പ്രൊഡക്റ്റിനെ റിലീസ് ചെയ്യും. ഇപ്പോൾ എൻസൈം ഫ്രീ ആയി. നോക്കൂ, ഇതാണ് കാറ്റലിറ്റിക് സൈക്കിൾ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാറുണ്ട്. ഇനി ഏതെങ്കിലും ഫാക്ടേഴ്സ് നെയിം റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു ടെമ്പറേച്ചർ, പി എച്ച്, കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രാറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം. വെൻ സബ്സ്ട്രാറ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസസ്, സബ്സ്ട്രാറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ദ എൻസൈം ആക്ഷൻ ഇൻക്രീസ് ചെയ്യും. തുടക്കത്തിലൊക്കെ മാക്സിമം വെലോസിറ്റിയിലേക്ക് എത്തിയാൽ പിന്നെ എത്ര സബ്സ്ട്രാറ്റ് ആഡ് ചെയ്താലും പിന്നെ ഈ എൻസൈമിൻ്റെ ആക്ഷൻ കൂടില്ല. എന്താണ് കാരണം? ഞാൻ അതിന് കാരണം പറഞ്ഞു. എൻസൈമിനേക്കാൾ അല്ലെങ്കിൽ സബ്സ്ട്രാറ്റിനേക്കാൾ കുറവാണ് എൻസൈം. സബ്സ്ട്രാറ്റിനേക്കാൾ കുറവാണ് എൻസൈം. ഇനി നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ് ആണ്. നോക്കൂ, ഹൈഡ്രോലേസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പഠിക്കണം വാട്ടർ യൂസ് ചെയ്തിട്ട്
ബോണ്ട് ബ്രേക്ക് ചെയ്യുക, അതാണ് ഹൈഡ്രോലൈസ്. ലയേസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് റിമൂവ് ചെയ്യുക, സബ്സ്ട്രാറ്റിൽ നിന്ന് ഗ്രൂപ്പ് റിമൂവ് ചെയ്യുക, ശേഷം ഡബിൾ ബോണ്ട് ഫോം ചെയ്യുക, അതാണ് റിമൂവൽ ഓഫ് ഗ്രൂപ്പ്. ഓക്സിഡോ റിഡക്റ്റേഴ്സ്, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. ഐസോമറേസ്, ഇന്റർ കൺവേർഷൻ ഓഫ് ഐസോമേഴ്സിനെ ചേഞ്ച് ആക്കുക. ലിഗേസ് എന്ന് പറഞ്ഞാൽ ജോയിനിങ് ഓഫ് ടു മോളിക്യൂൾസ്, രണ്ട് മോളിക്യൂളുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ട്രാൻസ്ഫറേസ്, ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ ട്രാൻസ്ഫറേസ് എന്നും പറയും. അപ്പോൾ ഹൈഡ്രോലൈസ് ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ലയേസ് റിമൂവൽ ഓഫ് ഗ്രൂപ്പ്, ഓക്സിഡോ റിഡക്റ്റേഴ്സ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ, ഐസോമറേസ് ഇന്റർ കൺവേർഷൻ ഓഫ് മോളിക്യൂൾ, ലിഗേസ് എന്ന് പറഞ്ഞാൽ ലിങ്കിങ് ടുഗദർ ഓഫ് മോളിക്യൂൾ എന്ന് പറഞ്ഞു. അടുത്ത ട്രാൻസ്ഫറേസ് ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ്. ഒബ്സർവ് ദ ഡയഗ്രാം എ ആൻഡ് ബി. ഇവിടെ എ എന്താണെന്നുള്ളത് പറയണം. ഇത് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ്, ഇത് ആൽഫ ഹെലിക്സ് ആണിത്. ഇത് തന്നിരിക്കുന്ന ടേർഷറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ്. ഈ ടേർഷറി സ്ട്രക്ചറാണ് യഥാർത്ഥത്തിൽ 3D സ്ട്രക്ചർ ഉള്ളൂ. പ്രൈമറി സ്ട്രക്ചറും സെക്കൻഡറി സ്ട്രക്ചറും ഒക്കെ 2D സ്ട്രക്ചറാണ്. ഇത് ടേർഷറി സ്ട്രക്ചറാണ് ഇത്. ഓക്കെ, ഇനി മെൻഷൻ ദ അതർ 2 ലെവൽസ് ഓഫ് പ്രോട്ടീൻ. ബാക്കിയുള്ളത് പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടേർഷറി സ്ട്രക്ചർ, പിന്നെ അതാണ് കോട്ടനറി സ്ട്രക്ചർ. ഇതിൽ കോട്ടനറി സ്ട്രക്ചർ ശ്രദ്ധിച്ച് പഠിക്കണം. 4 പോളിപെപ്റ്റൈഡ് ചെയിനുകളുണ്ട്, 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും. എക്സാമ്പിളായിട്ട് ഹീമോഗ്ലോബിൻ ശ്രദ്ധിച്ച് കേട്ടോണം. കോട്ടേനറി സ്ട്രക്ചറിൻ്റെ എക്സാമ്പിളാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് കേട്ടോ. കോട്ടേനറി സ്ട്രക്ചറിൻ്റെ എക്സാമ്പിളാണ് ഹീമോഗ്ലോബിൻ. അടുത്ത് ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ ആണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻ്റെ ഫങ്ഷൻസ് ആയിട്ട് ഇൻസുലിൻ എന്ന് പറയുന്നത് ശരിക്ക് ഹോർമോൺ ശരിയാണ്. ആൻറ്റിബോഡി സെൻസറി റിസപ്ഷൻ അല്ല, ആൻറ്റിബോഡി ഫൈറ്റ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്. അടുത്ത് നോക്കൂ, ട്രിപ്സിൻ എൻസൈം ആണ്. ട്രിപ്സിൻ എൻസൈം നോക്കൂ, ഇൻസുലിൻ ഹോർമോൺ, ആൻറ്റിബോഡി ഫൈറ്റ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്, ട്രിപ്സിൻ എൻസൈം. ഇനി നമുക്ക് എടുക്കാനുള്ളത് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ആദ്യം ഈ ഒരു ഗ്രാഫിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ പഠിക്കേണ്ടത്. ഇതെന്താണ് ഈ ഗ്രാഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇത് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് അല്ലെങ്കിൽ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയാം. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയാം. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇവിടെ കിട്ടുന്ന ഗ്രാഫ് ഏതാ? സിഗ്മോയിഡ് കർവാണ്. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ എക്സ് ആക്സിസിലുള്ളത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ്, വൈ ആക്സിസിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. ഇത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ഇത് പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സുകളാണ് ഈ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഒന്ന് PO2, മറ്റൊന്ന് PCO2, മറ്റൊന്ന് ടെമ്പറേച്ചർ, മറ്റൊന്ന് H+ അയോൺ. ക്ലിയർ ആയില്ലേ? ഞാനിവിടെ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഇവിടെ കിട്ടുന്ന ഗ്രാഫ് ഏതാണ്? സിഗ്മോയിഡ് കർവ്. മൂന്നാമതൊരു ചോദ്യം, ഇതിൽ എക്സ് ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ മില്ലിമീറ്റർ ഓഫ് Hg, അതേപോലെ തന്നെ വൈ ആക്സിസിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. പിന്നെ എന്തൊക്കെ ഫാക്ടേഴ്സുകളാണ് ഈ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവിനെ എഫക്റ്റ് ചെയ്യുന്നത്? PO2, PCO2, ടെമ്പറേച്ചർ, H+. അടുത്ത് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ 97% ഓക്സിജൻ കൊണ്ടുപോകുന്നത് ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ടാണ്. ഓക്സി ഹീമോഗ്ലോബിൻ. പിന്നെ വന്നിട്ട് 3% പ്ലാസ്മയിൽ ഡിസോൾഡ് സ്റ്റേറ്റ് ആയിട്ടാണ് കൊണ്ടുപോവുക. കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ 20 മുതൽ 25% കാർബൺ ഡയോക്സൈഡിനെ കൊണ്ടുപോകുന്നത് കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ടാണ്. കാർബമിനോ ഹീമോഗ്ലോബിൻ. അതേപോലെ ശ്രദ്ധിക്കുക, 70% കാർബൺ ഡയോക്സൈഡ് കൊണ്ടുപോകുന്നത് ബൈകാർബോണേറ്റ് ആയിട്ടാണ്. 7% പ്ലാസ്മയാണ് കൊണ്ടുപോവുക. അപ്പോൾ ഇത് ഈ രൂപത്തിൽ തന്നെ പഠിക്കുക. ഓക്കെ, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. അടുത്ത റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. ആദ്യം ഞാൻ ടൈഡൽ വോളിയം. നോർമലി എയർ ഉള്ളിലേക്ക് എടുക്കുകയോ പുറത്തേക്ക് കളയുകയോ ചെയ്യുന്ന എയറിനെയാണ് ടൈഡൽ വോളിയം എന്ന് പറയാം. നോർമലി എയർ ഉള്ളിലേക്ക് എടുക്കുകയോ പുറത്തേക്ക് കളയുകയോ ചെയ്യുന്ന എയർ അത് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയും. 500 ml ആണ്. രണ്ടാമത്തെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഒരാൾ എത്രത്തോളം എയർ ഇൻസ്പയർ ചെയ്യാൻ പറ്റും? അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ.
ഒരാൾക്ക് എത്രത്തോളം എയർ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും അതിനെയാണ് ഇൻസ്പിറേറ്റഡ് റിസർവ് വോളിയം എന്ന് പറയുക. 2500 തുടങ്ങി 3000 ml ആണ് ഇൻസ്പിറേറ്റഡ് റിസർവ് വോളിയം. ഇതേപോലെ ഒരാളുടെ കഴിവിൻ്റെ പരമാവധി അയാൾ എക്സ്പയർ ചെയ്യാൻ എത്രയാണ് കഴിയുക അതിനാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ എ പോസിബിൾ എക്സ്പിറേഷൻ എന്ന് പറയാം. അതാണ് എക്സ്പിറേറ്റഡ് റിസർവ് വോളിയം. അങ്ങനെ ഒരു വാല്യൂ വരുന്നത് 1000 തുടങ്ങി 1100 ml വരെയാണ്. ഇനി ലാസ്റ്റ് വൺ നോക്കിക്കോളൂ, റെസിഡുവൽ വോളിയം എന്ന് പറയും. അതായത് ഫോഴ്സ്ഫുള്ളി നമ്മൾ എയർ പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം ലങ്സിൽ ബാക്കിയാകുന്ന എയറാണ്. ദ റിമൈനിങ് വോളിയം ഓഫ് എയർ ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. ഫോഴ്സ്ഫുൾ എക്സ്പിറേഷന് ശേഷം ലങ്സിൽ ബാക്കിയാകുന്ന എയറിനെയാണ് റെസിഡുവൽ വോളിയം എന്ന് പറയാം. അത് 1100 തുടങ്ങി 1200 ml ആണ്. ഇപ്പോൾ നമ്മൾ റെസ്പിറേറ്ററി വോളിയംസ് കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കാനുള്ളതാണ് റെസ്പിറേറ്ററി കപ്പാസിറ്റീസ്. അതിൽ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയും. എന്താണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി? നോർമലി എടുത്ത് മാക്സിമം, നോർമലി പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം മാക്സിമം എടുക്കുന്നതിനെയാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. അതായത് ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. നോർമൽ എക്സ്പിറേഷന് ശേഷം എത്രത്തോളം എയർ ഉള്ളിലേക്ക് എടുക്കാം അതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇവിടെ TV + IRV എന്ന് പറയും. രണ്ടാമത്തത് എക്സ്പിറേറ്ററി കപ്പാസിറ്റി. നോർമലി നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ട് എത്രത്തോളം എയർ എനിക്ക് പുറത്തേക്ക് കളയാം അതാണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി, TV + ERV. ഇനി ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. നോർമലി ഞാൻ എയർ പുറത്തേക്ക് കളഞ്ഞ് ലങ്സിൽ ബാക്കിയാകുന്ന എയറിനെയാണ് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്ന് പറയാം. അത് ERV + RV. മക്കളെ, ഈ റെസിഡുവൽ വോളിയവും ഈ FRs തമ്മിൽ വ്യത്യാസം. ഇവിടെ നമ്മൾ മാക്സിമം എയർ പുറത്തേക്ക് കളഞ്ഞ് ലങ്സിൽ ബാക്കിയാകുന്ന എയർ ആണെങ്കിൽ ഇവിടെ നമ്മൾ നോർമലി എയർ പുറത്തേക്ക് കളഞ്ഞ് ലങ്സിൽ ബാക്കിയാകുന്ന എയർ ആണ്. ഇനി അടുത്തൊന്ന് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയും. മാക്സിമം എയർ പുറത്തേക്ക് കളഞ്ഞിട്ട് ഫോഴ്സ്ഫുള്ളി ഉള്ളിലേക്ക് എടുക്കുക. മാക്സിമം എയർ പുറത്തേക്ക് കളഞ്ഞ് ഫോഴ്സ്ഫുള്ളി ഉള്ളിലേക്ക് എടുക്കുന്നതിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയാം. അതായത് TV, IRV, ERV എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തിലേക്ക് നോക്കാം. ടോട്ടൽ ലങ് കപ്പാസിറ്റി. മാക്സിമം എയർ ഉള്ളിലേക്ക് എടുത്തിട്ട് ലങ്സിൽ ഇരിക്കുന്ന എയറിനെയാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയാം. TV, IRV, ERV, RV എന്ന് പറയും. TV, IRV, ERV, RV. അതുമല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും VC + RV എന്ന് പറയും. കാരണം VC എന്ന് പറഞ്ഞാൽ TV, IRV, ERV അല്ലേ. ഓക്കെ, അതിനോടൊപ്പം RVയും കൂടെ ചേർത്താൽ TLC എന്ന് പറയും. ഇനി ഇൻസ്പിറേഷനും എക്സ്പിറേഷനും. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സിനകത്തുള്ള പ്രഷർ പുറമേയുള്ള പ്രഷറിനേക്കാളും കുറവാണെങ്കിലാണ് ഇൻസ്പിറേഷൻ നടക്കുക. ഇവിടെ നോക്കുക, ആദ്യം പറയാൻ പറ്റും ഇൻസ്പിറേഷൻ നടക്കണമെങ്കിൽ ഇൻട്രാ പൾമോണറി പ്രഷർ, ശ്രദ്ധിച്ചേക്കുക, ഇൻട്രാ പൾമോണറി പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറവാണെങ്കിൽ, ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, എന്നാൽ മാത്രമാണ് ഇൻസ്പിറേഷൻ നടക്കുക എന്ന് പറയാം. ഇവിടെ നമ്മൾ പറയുന്നത് എക്സ്പിറേഷൻ നേരെ തിരിച്ചാണ്. ലങ്സിലുള്ള പ്രഷർ പുറമേയുള്ള പ്രഷറിനേക്കാളും കൂടുതലാണെങ്കിൽ, ഇഫ് ഇൻട്രാ പൾമോണറി പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടുതലാണ് ഇൻട്രാ പൾമോണറി പ്രഷർ എങ്കിൽ നമ്മളതിനെ എക്സ്പിറേഷൻ എന്ന് പറയും. ഇവിടെ നോക്കൂ, ഇൻട്രാ പൾമോണറി പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കുറവാണെങ്കിലാണ് ഇൻസ്പിറേഷൻ നടത്തുക. എക്സ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രാ പൾമോണറി പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കൂടുതലാണെങ്കിലാണ് എക്സ്പിറേഷൻ നടത്തുക. ഇവിടെ നമ്മൾ പഠിക്കണം, ഡയഫ്രം ഇൻസ്പിറേഷനിൽ കൺട്രാക്റ്റ് ആവും. ഡയഫ്രം ഇൻസ്പിറേഷനിൽ കൺട്രാക്റ്റ്. ഓക്കെ, ഇവിടെ ആണെങ്കിലോ ഡയഫ്രം റിലാക്സ് ആവുകയാണ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇന്റർകോസ്റ്റൽ മസിൽസ്, എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കൺട്രാക്റ്റ് ആവും. ഇവിടെയാണെങ്കിലോ ഇന്റർകോസ്റ്റൽ മസിൽസ് എന്താവും, റിലാക്സ് ആവുകയാണ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ എഴുതണം. ഓക്കെ, ഇൻസ്പിറേഷനിലും എക്സ്പിറേഷനിലും ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ഇതിൽ ആദ്യത്തെ പോയിന്റ് നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം. ഇനി എന്താണ് ആസ്മ, എംഫിസിമ? ആസ്മ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. ബ്രോങ്കിയോൾസുകൾക്കൊക്കെ ഇൻഫ്ലമേഷൻ വരുന്നതിനെയാണ് നമ്മൾ ആസ്മ എന്ന് പറയാം. ഓക്കെ, ആ സമയത്ത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക? വീസിങ് സൗണ്ട് ഉണ്ടാവും. വീസിങ് സൗണ്ട്, ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്, അതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവുക? വീസിങ് സൗണ്ട് ഉണ്ടാവും. ഇനി എംഫിസിമ എന്ന് പറഞ്ഞാൽ ആൽവിയോളാർ വാള് ഡാമേജ് ആകുന്ന കണ്ടീഷൻ. ആൽവിയോളാർ വാള് ഡാമേജ് ആകുന്ന കണ്ടീഷനെയാണ് എംഫിസിമ എന്ന് പറയാം.
കാൽവിയോളാർ വാൾ ഡാമേജ് ആകുന്ന കണ്ടീഷന് പറയുന്ന പേരാണ് എംഫിസിമ. ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. സിഗരറ്റ് സ്മോക്കിംഗ് കൊണ്ട് ആൽവിയോളൈൻ്റെ വാൾ ഡാമേജ് ആകുക എന്ന് പറയാം. അടുത്ത ഈ ഒരു പിക്ചർ നമ്മളുടെ ചോദിക്കും. ഇതിന് ലേബലിംഗ് ആണ് പഠിക്കേണ്ടത്. നോക്കൂ, ഒന്ന് ബ്ലഡ് കാപ്പിലറി, പിന്നെ ബ്ലഡ് എയർ ക്യാവിറ്റി, ആൽവിയോളാർ ക്യാവിറ്റി, ബ്ലഡ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇത് RBC, ഇതൊക്കെ പഠിക്കണം. ഇനി ഇവിടെ നടക്കുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സ് എന്താണെന്ന് ചോദിക്കും. ഇത് ഏതാണ്? സിമ്പിൾ ഡിഫ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന സിമ്പിൾ ഡിഫ്യൂഷൻ. അപ്പോൾ ഈ ഒരു ഫിഗർ പഠിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഏതാണ് ബയോളജിക്കൽ പ്രോസസ്സ് ഇവിടെ ഇൻവോൾവ് ആയത് എന്ന് പഠിക്കുക, ഡിഫ്യൂഷൻ. ഓക്കെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. ഇതിൽ ആദ്യം തന്നിരിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ്. നമ്മളെ ഹാർട്ട് ബീറ്റ് നടത്തുന്നതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട്, അതായത് കാർഡിയാക് ഇമ്പൾസുകളാണ്. ആദ്യം SA നോഡ്, പിന്നെ വരുന്നത് AV നോഡ്. AV നോഡിൽ നിന്ന് പിന്നെ ഇമ്പൾസ് പോവുക ബണ്ടിൽ ഓഫ് ഹിസ് ആണ്. ബണ്ടിൽ ഓഫ് ഹിസ് കഴിഞ്ഞിട്ട് പിന്നെ പർക്കിഞ്ചെ ഫൈബേഴ്സ്, പർക്കിഞ്ചെ ഫൈബേഴ്സ് കഴിഞ്ഞിട്ട് വെൻട്രിക്കിൾസ്. നോക്കൂ, പർക്കിഞ്ചെ ഫൈബേഴ്സ് കഴിഞ്ഞിട്ട് വെൻട്രിക്കിൾസ്. ഇതാണ് ഓക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരു കണ്ടക്ഷൻ ഓഫ് കാർഡിയാക് ഇമ്പൾസ്. ഹാർട്ടിലൂടെ ഇമ്പൾസ് കടന്നു പോകുന്നതിൻ്റെ ഒരു ട്രാക്കാണ് തന്നിരിക്കുന്നത്. ഹാർട്ടിലൂടെ കറണ്ട് കടന്നു പോകുന്നത്. അതിൽ ആദ്യം പറയുന്നത് SA നോഡ്, പിന്നെ AV നോഡ്, പിന്നെ ബണ്ടിൽ ഓഫ് ഹിസ്, പിന്നെ പർക്കിഞ്ചെ ഫൈബേഴ്സ്, പിന്നെ വരുന്നത് വെൻട്രിക്കിൾസ് ആണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ECG എന്താണ്. എന്താണ് ECG? ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഗ്രാഫ് ആണെങ്കിൽ അത് മെഷീനാണ്. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീൻ. ഇനി ഇലക്ട്രോ കാർഡിയോഗ്രാം ആണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, ഗ്രാഫാണ്. ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്ന ഗ്രാഫിന് പറയുന്ന പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയും. ക്ലിയർ ആയില്ലേ? ഇനി ഇതിൽ നമ്മൾ ഓരോ വേവ്സിനെ കുറിച്ചും പഠിക്കണം. P വേവ് എന്താണ്? ഡീപോളറൈസേഷൻ ഓഫ് ആട്രിയ വിച്ച് ലീഡ്സ് ടു ആട്രിയൽ സിസ്റ്റോൾ. ഓക്കെ, അതായത് ഡീപോളറൈസേഷൻ ഓഫ് ആട്രിയ വിച്ച് ലീഡ്സ് ടു ആട്രിയൽ സിസ്റ്റോൾ. ഇവിടെ നിങ്ങൾ നോക്കുക, ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ വിച്ച് ലീഡ്സ് ടു വെൻട്രിക്കുലാർ സിസ്റ്റോൾ. വെൻട്രിക്കിളിലൂടെ കറണ്ട് കടന്നു പോകുന്നതാണ് QRS കോംപ്ലക്സ്. അതിൻ്റെ ഫലമായിട്ട് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്നു. ഇനി നോക്കൂ, റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. വെൻട്രിക്കിളിലൂടെ കറണ്ട് കടന്നു പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് വെൻട്രിക്കിൾ ഡയാസ്റ്റോൾ നടക്കുന്നു. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ചോദ്യം വരാം, വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ECG? ഒരു ECGയുടെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്? എനി ചേഞ്ച് ഇൻ ദി സ്റ്റാൻഡേർഡ് ECG ഇൻഡിക്കേറ്റ് ആൻ അബ്നോർമാലിറ്റി ഓർ ഡിസീസ്. ഏതെങ്കിലും ഒരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഡിസീസ് ഉണ്ട് എന്നാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് ECGയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുകയാണെങ്കിൽ അതും കൂടെ ഇതിനോടൊപ്പം പഠിക്കണം. അപ്പം 3 പാർട്ടുകളായിട്ട് പഠിക്കണം, 3 മാർക്ക് കിട്ടും. ഇനി മെക്കാനിസം ടു പ്രിവെൻറ്റ് ദ എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ് ഫ്രം ദ ബോഡി. അതിൽ ആദ്യം നമ്മൾ പറയണം ഇഞ്ചുവേർഡ് ടിഷ്യൂ, ഇഞ്ചുറി സംഭവിച്ച ടിഷ്യൂ, അതേപോലെ തന്നെ ബ്ലഡിൻ്റെ പ്ലേറ്റ്ലെറ്റും കൂടെ റിലീസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയും. ത്രോംബോപ്ലാസ്റ്റിൻ. ഓക്കെ, ഇഞ്ചുവേർഡ് ടിഷ്യൂവും ബ്ലഡ് പ്ലേറ്റ്ലെറ്റും റിലീസ് ചെയ്യുന്ന സാധനമാണ് ത്രോംബോപ്ലാസ്റ്റിൻ. ഇവരുണ്ടാക്കുന്ന ഒരു കാസ്കേഡ് പ്രോസസ് വഴി ഇവരുണ്ടാക്കുന്ന ഒരു എൻസൈമാണ് ത്രോംബോകൈനേസ് എന്ന് പറയും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാൽഷ്യം, ത്രോംബോകൈനേസ് എന്ന് പറയും. ഈ ത്രോംബോകൈനേസ് ബ്ലഡിലുള്ള ഇനാക്റ്റീവായ ഒരു പ്രോട്ടീൻ ഉണ്ട്, പ്രോത്രോംബിൻ. ആക്ച്വലി ഈ പ്രോത്രോംബിൻ സിന്തസൈസ് ചെയ്യുന്നത് ലിവറാണ് ഇൻ ദ പ്രസൻസ് ഓഫ് വൈറ്റമിൻ K. ഈ പ്രോത്രോംബിൻ എന്തായിട്ട് മാറും എന്നറിയടാ? ത്രോംബിനായിട്ട് മാറും. ഈ ത്രോംബിനാണ് ഫൈബ്രിനോജൻ. പ്ലാസ്മ പ്രോട്ടീനിലെ ഇനാക്റ്റീവായ ഒരെണ്ണമാണ് ഫൈബ്രിനോജൻ. ഈ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കുന്ന ആള് ത്രോംബിനാണ് എന്ന് പഠിക്കണം. ഓക്കെ, ഈ ഫൈബ്രിനാണ് എന്ത് ഫോം ചെയ്യുക? ക്ലോട്ട് ഫോം ചെയ്യിപ്പിക്കുക എന്ന് പഠിക്കണം. ക്ലിയർ ആയല്ലോ? പ്രോത്രോംബിനെ ത്രോംബിനാക്കുന്ന ത്രോംബോകൈനേസ്, ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കുന്ന ത്രോംബിൻ, ത്രോംബിനാണ് ക്ലോട്ട് ഫോം ചെയ്യിപ്പിക്കുക. 3 മാർക്കാണ് ഇത്രയും എഴുതിയാൽ. ഇനി ഹാർട്ട് സൗണ്ട്സ്. ലബ്, ഇത് ട്രൈക്കസ്പിഡും ബൈക്കസ്പിഡും ക്ലോസ് ചെയ്യുന്ന സൗണ്ടാണ് ലബ് സൗണ്ട്. ഡബ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോഷർ ഓഫ് സെമി ലൂണാർ വാൾവ്, അതായത് അയോർട്ടിക് വാൾവ്, പൾമോണിക് വാൾവ് എന്നൊക്കെ പറയാം. ലബ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈക്കസ്പിഡും ബൈക്കസ്പിഡ് വാൾവും ക്ലോസ് ചെയ്യുക, അതായത് വെൻട്രിക്കിളിൻ്റെ സിസ്റ്റോൾ തുടങ്ങുന്ന സമയത്ത് ട്രൈക്കസ്പിഡും ബൈക്കസ്പിഡും ക്ലോസ് ചെയ്യുന്നു, അതാണ് ലബ് സൗണ്ട്. ഡബ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻട്രിക്കുലർ പ്രഷർ കുറയുമ്പോൾ സെമി ലൂണാർ വാൾവ് ക്ലോസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതാണ്, ഈ സൗണ്ടാണ് ഡബ് സൗണ്ട്. ഈ ഹാർട്ട് സൗണ്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയും. നമുക്ക് ഈ ഹാർട്ടിൻ്റെ ഫിഗർ നിങ്ങൾ ശരിക്കും പഠിക്കണം, ലേബൽ ചെയ്യാൻ പഠിക്കണം, കേട്ടല്ലോ.
നമുക്ക് WBCയുടെ ചില കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പ്രത്യേകിച്ച് WBC നോക്കൂ, ഇതാണ് WBC. ഈ WBCയിൽ ഗ്രാനുലോസൈറ്റും ഉണ്ട്. രണ്ടാമത്തെ ഏതാണ്? എ ഗ്രാനുലോസൈറ്റ് ഉണ്ട്. ഈ ഗ്രാനുലോസൈറ്റുകൾ തന്നെ 3 ഉണ്ട്. ന്യൂട്രോഫിൽ ഉണ്ട്, രണ്ടാമത് ഈസിനോഫിൽ എന്ന് പറയും, മൂന്നാമത് ബേസോഫിൽ. ഓക്കെ, ഇവിടെ ലിംഫോസൈറ്റ്, ഇവിടെ മോണോസൈറ്റ്. ഇതിൽ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് പഠിക്കണം. ന്യൂട്രോഫിൽ എന്ന് പറഞ്ഞാൽ ഫാഗോസൈറ്റിക് ആണ്. ഈസിനോഫിൽ റെസിസ്റ്റ് ഇൻഫെക്ഷൻ അസോസിയേറ്റ് വിത്ത് അലർജിക് റിയാക്ഷൻ. ബേസോഫിൽ എന്ന് പറയുന്നത് ഇവർ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ, മാറിപ്പോണ്ട. ന്യൂട്രോഫിൽ ഏതാണ്? ഞാൻ പറഞ്ഞു ന്യൂട്രോഫിൽ എന്ന് പറഞ്ഞാൽ ഫാഗോസൈറ്റിക് ആണ്. ഈസിനോഫിൽ റെസിസ്റ്റ് ഇൻഫെക്ഷൻ അസോസിയേറ്റ് വിത്ത് അലർജിക് റിയാക്ഷൻ. ബേസോഫിലാണ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ. ലിംഫോസൈറ്റ് ഇമ്മ്യൂണിറ്റി, മോണോസൈറ്റ് ഫാഗോസൈറ്റിക് ആക്ഷൻ. കേട്ടല്ലോ, ലിംഫോസൈറ്റ് ഇമ്മ്യൂണിറ്റി, മോണോസൈറ്റ് ഫാഗോസൈറ്റിക് ആക്ഷൻ. അടുത്ത ചാപ്റ്ററിലേക്ക് വരാം. എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. ഇതിൽ നമുക്ക് 3 സ്റ്റെപ്സ്, യൂറിൻ ഫോർമേഷനിലെ 3 സ്റ്റെപ്സ് ആണ്. ഒന്ന് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. കിഡ്നി, 2 കിഡ്നിയും കൂടെ 1 മിനിറ്റിൽ ഫിൽട്ടർ ചെയ്യുന്ന ബ്ലഡിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 1100 to 1200 ml ബ്ലഡ് പെർ മിനിറ്റ് ആണ്. 2 കിഡ്നിയും കൂടെ 1 മിനിറ്റിൽ അരിക്കുന്ന ബ്ലഡിൻ്റെ അളവ് 1100 to 1200 ml ബ്ലഡ്, അതായത് 1 ലിറ്ററും സംതിങ്ങും. ഇത് അരിക്കുന്നതാകട്ടെ 3 ലെയറിലൂടെ പോയിട്ടാണ് അരിക്കുക. ഒന്ന് ബ്ലഡ് വെസൽസിൻ്റെ എൻഡോത്തീലിയം, പിന്നെ ബോമൻസ് ക്യാപ്സ്യൂളിൻ്റെ എപ്പിത്തീലിയം. ബ്ലഡ് വെസൽസിൻ്റെ എൻഡോത്തീലിയം, അതേപോലെ ബോമൻസ് ക്യാപ്സ്യൂളിൻ്റെ എപ്പിത്തീലിയം, ഇതിന് രണ്ടിൻ്റെ ഇടയിലുള്ള ബേസ്മെൻറ്റ് മെംബ്രെയിൻ. അങ്ങനെ അരിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബ്ലഡ് അല്ല അരിക്കണത്, ബ്ലഡിൻ്റെ പ്ലാസ്മയാണ് അരിക്കണത്. ആ അരിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം ആ ബോമൻസ് ക്യാപ്സ്യൂളിൽ ലഭിക്കുന്ന സാധനത്തിന് പറയുന്ന പേരാണ് ഫിൽട്രേറ്റ് എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. അതായത് ഇവിടെ നമുക്ക് അരിച്ച് കിട്ടുന്നതിൻ്റെ അളവ് ശ്രദ്ധിച്ച് കേൾക്കണം. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 125 ml പെർ മിനിറ്റ് ആണ്. 1 മിനിറ്റിൽ അരിച്ച് കിട്ടുന്നത്, ബോമൻസ് ക്യാപ്സ്യൂൾ അരിച്ച് കിട്ടുന്നത് 125 ml പെർ മിനിറ്റ് ആണെങ്കിൽ ഒരു ദിവസം ലഭിക്കുന്നത് 180 ലിറ്റർ പെർ ഡേ ആണ്. പക്ഷേ യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആകെ 1.5 ലിറ്റർ മാത്രമേ ഉള്ളൂ. ഈ ഫിൽട്ടർ ചെയ്തൊക്കെ യൂറിനായിട്ട് പോകുന്നില്ല എന്ന് ചുരുക്കം. ഓക്കെ, അരിച്ച് കിട്ടിയ വസ്തുക്കളൊക്കെ യൂറിനായിട്ട് പോകുന്നില്ല എന്ന് ചുരുക്കം. കാരണം പുറത്തേക്ക് പോകുന്ന 1 മുതൽ 1.5 ലിറ്റർ മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്ത് സംഭവിച്ചു? ബാക്കിയുള്ളതൊക്കെ ബോഡിയിൽ റീഅബ്സോർബ് ചെയ്തു. ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് നെഫ്രോണിൽ വെച്ച് റീഅബ്സോർപ്ഷൻ നടത്തി. എങ്ങനെയാണ് റീഅബ്സോർപ്ഷൻ നടത്തിയത്? ആക്റ്റീവായിട്ട് റീഅബ്സോർപ്ഷൻ ആണ് ഗ്ലൂക്കോസ്, സോഡിയം, അമിനോ ആസിഡൊക്കെ. പാസീവായിട്ട് റീഅബ്സോർപ്ഷൻ നടത്തിയത് വാട്ടർ, പാസീവായിട്ട് അബ്സോർപ്ഷൻ നൈട്രോജീനസ് വേസ്റ്റും. ജസ്റ്റ് ഓർത്തിരിക്കുക. പിന്നെ ട്യൂബുലാർ സെക്രീഷൻ. ട്യൂബിലെ സെല്ലുകൾ സെക്രീറ്റ് ചെയ്യുന്ന സംഗതിയാണ്. ട്യൂബിലെ സെല്ലുകൾ സെക്രീറ്റ് ചെയ്യുന്നതാണ് H+K+ അമോണിയ. ട്യൂബിലെ സെല്ലുകൾ സെക്രീറ്റ് ചെയ്യുന്ന H+K+ അമോണിയ. എന്തിനാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ടു മെയിൻറ്റെയിൻ അയോണിക് ആൻഡ് pH ബാലൻസ് ഓഫ് ബോഡി ഫ്ലൂയിഡ്. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകൾ മെൻഷൻ ചെയ്യാനാണ് കൂടുതലും വന്നിരിക്കണേ. എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എക്സ്പ്ലെയിൻ ചെയ്യണം. കിഡ്നി 1100 തുടങ്ങി 1200 ml ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നു. അത് ഫിൽട്രേഷൻ നടക്കുന്നത് 3 ലെയറിലൂടെ പോകുമ്പോഴാണ്. ഒന്ന് എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസൽ, ബോമൻസ് ക്യാപ്സ്യൂളിൻ്റെ എപ്പിത്തീലിയം, രണ്ടിൻ്റെ ഇടയിലുള്ള ബേസ്മെൻറ്റ് മെമ്പറിലൂടെയാണ് ഫിൽട്രേഷൻ നടക്കുക. ഓക്കെ, ഇനി അരിച്ച് കിട്ടുന്ന വസ്തുവിനെ ഫിൽട്രേറ്റ് എന്ന് പറയും. ഇനി ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. ഇവിടെ അരിച്ച് കിട്ടുന്നത് 180 ലിറ്റർ പെർ ഡേ ആണെങ്കിലും യൂറിൻ ഔട്ട്പുട്ട് 1.5 ലിറ്റർ മാത്രമാണുള്ളത്. ബാക്കിയെല്ലാം തന്നെ ബോഡി റീഅബ്സോർബ് ചെയ്തു. നെഫ്രോണുകളിലെ പല സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് റീഅബ്സോർപ്ഷൻ നടത്തിയത്. മൂന്നാമത്തെ ട്യൂബുലാർ സെക്രീഷൻ. നെഫ്രോണിലെ സെല്ലുകൾ ഫിൽട്രേറ്റിലേക്ക് കൊടുക്കുന്ന സംഗതിയാണ് H+K+ അമോണിയ ടു മെയിൻറ്റെയിൻ അയോണിക് ആൻഡ് pH ബാലൻസ്. ഇനി നോക്കൂ, യൂറിയോടെലിക് ഓർഗാനിസം, യൂറിക്കോടെലിക് ഓർഗാനിസമാണ് ടെറസ്ട്രിയൽ ആനിമൽസിന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിയോടെലിക്കിലും യൂറിക്കോടെലിക്കിലും ദ ക്യാൻ കൺസർവ് വാട്ടർ. ബോഡിയിൽ വെള്ളം പിടിച്ചു നിർത്താം. ഓക്കെ, അധികം വെള്ളം പുറത്തേക്ക് പോകേണ്ടതില്ല. പക്ഷേ അമോണിയ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വെള്ളം വേണം. അമോണിയ ടോക്സിക് ആണ്. ഇത് ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് വെള്ളം വേണം. പക്ഷേ കരയിൽ നിൽക്കുന്ന ജീവികൾക്ക് എപ്പോഴും ബോഡിയിൽ ഓരോ മെറ്റബോളിസത്തിനും സെല്ലിനകത്ത് വെള്ളം വേണം. അപ്പോൾ ആ വെള്ളം ബോഡിയിൽ പിടിച്ചു നിർത്തണമെങ്കിൽ ഓക്കെ കുറേ പുറത്തേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് യൂറിയോടെലിക്കും യൂറിക്കോടെലിക്കും കരയിലുള്ള ജീവികൾക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, യൂറിയോടെലിക്കുള്ള ജീവികൾക്കും യൂറിക്കോടെലിക്കുള്ള ജീവികൾക്കൊക്കെ കൺസർവ് വാട്ടർ, വെള്ളം പിടിച്ചു നിർത്താം എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാമ്പിൾ ചോദിക്കുന്നുണ്ട്. യൂറിയോടെലിക്കിൻ്റെ എക്സാമ്പിളാണ്. നമുക്ക് ആകെ ടോട്ടൽ 10 എക്സാമ്പിളാണ് പഠിക്കാനുള്ളത്. അമോണിയ എലിമിനേറ്റ് ചെയ്യുന്ന ജീവികൾ അക്വാട്ടിക് ആംഫീബിയൻ, അക്വാട്ടിക് ഇൻസെക്ട്സ്, ബോണി ഫിഷസ്. A B എന്ന് പഠിച്ചാൽ മതി. അക്വാട്ടിക് ആംഫീബിയൻ, അക്വാട്ടിക് ഇൻസെക്ട്സ്, ബോണി ഫിഷസ്, A B. പിന്നെ നോക്കൂ, യൂറിയോടെലിക് MMT, അതായത്
MMT എന്ന് പഠിച്ചാൽ മതി. മാമൽസ്, മെറൈൻ ഫിഷസ്, ടെറസ്ട്രിയൽ ആംഫിബിയൻസ്. ഒന്നും കൂടെ, മാമൽസ്, മെറൈൻ ഫിഷസ്, ടെറസ്ട്രിയൽ ആംഫിബിയൻസ്. ഇനി നമുക്ക് ഈ നമ്മുടെ യൂറിക്കോട്ടലിക് ഓർഗാൻസത്തിൻ്റെ എക്സാമ്പിളാണ്. യൂറിക്കോട്ടലിക് ഓർഗാൻസ് എക്സാമ്പിളാണ് ഏതെന്നറിയോ? ഒന്ന് ബേർഡ്സ്, ഇൻസെക്ട്സ്, റെപ്റ്റൈൽസ്, ലാൻഡ് സ്നെയിൽസ്. നമുക്ക് ബിർള എന്ന് പഠിച്ചാൽ മതി. ബേർഡ്സ്, ഇൻസെക്ട്സ്, റെപ്റ്റൈൽസ്, ലാൻഡ് സ്നെയിൽസ്. ക്ലിയർ ആണല്ലോ? യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ കൗണ്ടർ കറൻറ്റ് മെക്കാനിസം എന്ന് പറയാം. യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെക്കാനിസത്തിനെ കൗണ്ടർ കറൻറ്റ് മെക്കാനിസം എന്ന് പറയും. അപ്പോൾ എന്താണ് കൗണ്ടർ കറൻറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ? ദ മെക്കാനിസം, ഓക്കെ, അതായത് ടു മേക്സ് ദ യൂറിൻ കോൺസെൻട്രേറ്റഡ്. യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആവശ്യമായ മെക്കാനിസത്തിനെയാണ് കൗണ്ടർ കറൻറ്റ് എന്ന് പറയാം. അതിൽ ഒന്ന് നമുക്ക്, അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. അതിന് സഹായിക്കുന്ന രണ്ടാളുകളാണ്, ഒന്ന് ഹെൻലീസ് ലൂപ്പും മറ്റൊന്ന് വാസ റെക്റ്റയുമാണ്. ഹെൻലീസ് ലൂപ്പും വാസ റെക്റ്റയും. ഈ ഹെൻലീസ് ലൂപ്പും വാസ റെക്റ്റയും സോഡിയം ക്ലോറൈഡും യൂറിയയും മെഡുലയിലേക്ക് എത്തിക്കും. സോഡിയം ക്ലോറൈഡിനെയും യൂറിയയും ഹെൻലീസ് ലൂപ്പും വാസ റെക്റ്റയും മെഡുലയിലേക്ക് എത്തിച്ചാൽ ഈ മെഡുലയിൽ വെച്ച് കുറേ വെള്ളം വലിച്ചെടുക്കും. എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ പഠിക്കുക, ഹെൻലീസ് ലൂപ്പാണ്. ഓക്കെ, ഹെൻലീസ് ലൂപ്പ്, ഇത് DCT, ഇത് കളക്റ്റിംഗ് ഡക്റ്റാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പറയാൻ പറ്റും. നോക്കിക്കോളൂ, ഞാനിവിടെ വൈറ്റ് കളറിൽ വരയ്ക്കുന്നത് വാസ റെക്റ്റയാണ്. ഈ വാസ റെക്റ്റയുടെ അസെൻഡിങ് ലിംബിൽ വെച്ച് സോഡിയം ക്ലോറൈഡിനെ മെഡുലയിലേക്ക് കൊടുക്കുന്നു. അതേപോലെ കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്ന് യൂറിയ മെഡുലയിലേക്ക് പോകുന്നു. സോഡിയം ക്ലോറൈഡും യൂറിയയും മെഡുലയിൽ എത്തിക്കുന്നു. ഈ ഹെൻലീസ് ലൂപ്പും വാസ റെക്റ്റയും എങ്ങനെയെന്നുള്ളത് പറയാം. അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പാണ് ഇത്. അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പിൽ നിന്ന് സോഡിയം ക്ലോറൈഡ് ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റയിലേക്ക് പോകും. ഈ സോഡിയം ക്ലോറൈഡിൻ്റെ ട്രാൻസ്പോർട്ടേഷനാണ് ഞാൻ കാണിക്കുന്നത് ഈ പച്ച കളറിൽ. കണ്ടോ, സോഡിയം ക്ലോറൈഡ് ഇങ്ങനെ വന്ന്, ഇതിന് പറയുന്ന പേര് അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പാണ്. ഇത് പിന്നെ ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസ റെക്റ്റയിലേക്ക് പോയി, വാസ റെക്റ്റയുടെ അസെൻഡിങ് ലിംബിലേക്ക് പോയി, അത് നേരെ മെഡുലയിലേക്ക് പോകും. അപ്പോൾ മെഡുലയിലേക്ക് ആര് വന്നു? സോഡിയം ക്ലോറൈഡ് വന്നു. കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്ന് യൂറിയ മെഡുലയിലേക്ക് വരുന്നു. സോഡിയം ക്ലോറൈഡും യൂറിയയും മെഡുലയിൽ നിന്ന് എത്തിയാൽ അവർ മാക്സിമം വാട്ടർ റീഅബ്സോർപ്ഷൻ നടത്തും കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്ന്. അങ്ങനെ പുറത്തേക്ക് പോകുന്ന യൂറിൻ എന്തായിട്ട് മാറും? കോൺസെൻട്രേറ്റഡ് ആവും. അപ്പോൾ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആക്കുന്ന മെക്കാനിസമാണ് കൗണ്ടർ കറൻറ്റ് മെക്കാനിസം. ഒന്നാമത്തെ പോയിന്റ്. അതിന് സഹായിക്കുന്ന രണ്ടാളാണ് ഹെൻലീസ് ലൂപ്പ്, വാസ റെക്റ്റ. മൂന്നാമത്തെ പോയിന്റ്, ഇതിന് സഹായിക്കുന്ന സോഡിയം ക്ലോറൈഡും യൂറിയയുമാണ്. സോഡിയം ക്ലോറൈഡ് അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലീസ് ലൂപ്പിൽ നിന്ന് മെഡുലയിലേക്ക് എത്തുകയും കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്ന് യൂറിയ മെഡുലയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ യൂറിയയും സോഡിയം ക്ലോറൈഡും മെഡുലയിലേക്ക് എത്തിയാൽ അവർ മാക്സിമം വാട്ടർ റീഅബ്സോർപ്ഷൻ നടത്തും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കിവിടെ ചില രോഗങ്ങളാണ് പറയുന്നത്. അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്. ബ്ലഡിൽ യൂറിയ അക്യുമുലേറ്റ് ചെയ്യുന്ന കണ്ടീഷന് പറയുന്ന പേരാണ് യുറീമിയ എന്ന് പറയും. അതുപോലെ തന്നെ ഇൻസോലബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സാൾട്ട് ഇൻ ദ കിഡ്നി. കിഡ്നിയിൽ ക്രിസ്റ്റലൈസ്ഡ് സാൾട്ട് ഫോം ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റീനൽ കാൽക്കുലൈ എന്ന് പറയും. റീനൽ കാൽക്കുലൈ, മൂത്രത്തിൽ കല്ല്. ഇനി അതേപോലെ സർജിക്കൽ മെത്തേഡ് ഫോർ കറക്ഷൻ ഓഫ് റീനൽ ഫെയിലിയർ ഏതാണ്? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുളൈ ഓഫ് കിഡ്നി. ഗ്ലോമറുളസിലെ ഇൻഫ്ലമേഷന് പറയുന്ന പേരാണ് ഗ്ലോമറുളോ നെഫ്രൈറ്റിസ്. നോക്കൂ, യൂറിയ ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതിനെ യുറീമിയ എന്ന് പറയും. ഇൻസോലബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സാൾട്ട് ആണ് റീനൽ കാൽക്കുലൈ. സർജിക്കൽ മെത്തേഡ് ഫോർ ദ കറക്ഷൻ ഓഫ് റീനൽ ഫെയിലിയർ ആണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുളൈ ഓഫ് കിഡ്നി ആണ് ഗ്ലോമറുളോ നെഫ്രൈറ്റിസ്. ഇനി നമ്മൾ ഈ ഒരു ഫ്ലോ ചാർട്ട് ശരിക്കും പഠിക്കണം. നോക്കൂ, ഇത് റാസ് മെക്കാനിസം എന്ന് പറയും. റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റമാണ് ഈ മെക്കാനിസം. ഇതിൽ ഒരു ഗ്ലോമറ ഫിൽട്രേഷൻ റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ജെക്സ്റ്റാ ഗ്ലോമറുലർ സെൽസിൽ നിന്ന് റെനിൻ എന്ന് പറയുന്ന എൻസൈം റിലീസ് ചെയ്യും. ഈ റെനിൻ എന്ത് ചെയ്യും? ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കും. ഇതൊരു പ്ലാസ്മ പ്രോട്ടീനാണ്. ആൻജിയോടെൻസിൻ 1 ആക്കും. ഉടനെ തന്നെ ആൻജിയോടെൻസിൻ 1 എന്താക്കും? ആൻജിയോടെൻസിൻ 2 ആക്കും. ഇവർ BP കൂട്ടി GFR റേറ്റ് കൂട്ടും. ഇതേപോലെ തന്നെ ആൻജിയോടെൻസിൻ 2 അഡ്രീനൽ കോർട്ടക്സിൽ നിന്ന് ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്തിട്ടും GFR റേറ്റ് കൂട്ടും. ഒന്നും കൂടെ ശ്രദ്ധിക്കുക, നമ്മുടെ ബോഡിയിൽ
ഫിൽട്രേഷൻ റേറ്റ് കുറഞ്ഞു എന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് 125 ml/min ആണല്ലോ വേണ്ടത്. അത് പക്ഷേ ഏകദേശം ഒരു 125 ml/min പകരം അതിനേക്കാൾ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 75 ml/min ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അത് തിരിച്ചറിഞ്ഞ് ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസിൽ നിന്ന് റെനിനെ റിലീസ് ചെയ്യും. ഈ റെനിൻ എന്ത് ചെയ്യും? ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കും. അതിനുവേണ്ടി മാത്രം സഹായിക്കുന്നതാണ് കേട്ടോ റെനിൻ. ഈ ആൻജിയോടെൻസിൻ 1 പെട്ടെന്ന് തന്നെ എന്തായിട്ട് മാറും? ആൻജിയോടെൻസിൻ 2 ആയിട്ട് മാറും. ഇവർ വാസോ കൺസ്ട്രിക്ഷൻ, ബ്ലഡ് വെസൽസ് ചുരുക്കി BP കൂട്ടും. അതേപോലെ തന്നെ അഡ്രിനൽ കോർട്ടക്സിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ആൾഡോസ്റ്റിറോൺ റിലീസ് ചെയ്തിട്ട് BP കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് റെനിൻ ആൻജിയോടെൻസിൻ ആൾഡോസ്റ്റിറോൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഈ ഒരു ഫിഗർ ചോദിക്കും, ഇത് ലേബൽ ചെയ്യാനൊക്കെ വരും. അപ്പോൾ ഇത് ഒന്നാമത്തെ അഫറൻ്റ് ആർട്ടീരിയോളാണ്. ഈ ചെറിയ കുഴൽ ഇഫറൻ്റ് ആർട്ടീരിയോളാണ്. ഇത് ബോമൻസ് ക്യാപ്സ്യൂളാണ്. ഈ ഗ്ലോമറുലസും ബോമൻസ് ക്യാപ്സ്യൂളിനും കൂടെ ഒന്നിച്ച് പറയുന്ന പേരാണ് മാൽപീജിയൻ ബോഡി എന്ന് പറയും. ഇതിന് പറയുന്ന പേരെന്താണ്? മാൽപീജിയൻ ബോഡി എന്ന് പറയും, അല്ലെങ്കിൽ റീനൽ കോർപ്പസിൽ എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ പാർട്സുകൾ ലേബൽ ചെയ്യാൻ ചോദിക്കും. ബോമൻസ് ക്യാപ്സ്യൂള്, PCT, ഹെൻലീസ് ലൂപ്പ്, DCT, കളക്റ്റിംഗ് ഡക്റ്റ്. കേൾക്കണേ, റീനൽ ട്യൂബ്യൂളിൻ്റെ ഭാഗം ഒന്ന് ഇത് ബോമൻസ് ക്യാപ്സ്യൂളാണ്, ഈ ഭാഗം PCT ആണ്, ഇത് ഹെൻലീസ് ലൂപ്പാണ്, ഇത് DCT ആണ്, ഇതാണ് കളക്റ്റിംഗ് ഡക്റ്റ്. കേട്ടല്ലോ, ബോമൻസ് ക്യാപ്സ്യൂൾ, PCT, ഹെൻലീസ് ലൂപ്പ്, DCT, കളക്റ്റിംഗ് ഡക്റ്റ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്. നോക്കൂ, ടൈപ്സ് ഓഫ് ജോയിൻ്റ് ആണ്. നമുക്ക് ശരിക്കും പഠിക്കാനുള്ളത് 3 തരത്തിലുള്ള ജോയിൻറ്റുകളുണ്ട്. ഫൈബ്രസ് ജോയിൻറ്റ്, ബോണും തമ്മിൽ ജോയിൻറ്റ് വെച്ചിരിക്കുന്നത് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ്. ഇത്തരത്തിലുള്ള ജോയിൻറ്റ് ഒരു കാരണവശാലും മൂവ് ചെയ്യൂല. ഇതെവിടെയാണ് കാണുക? സ്കൾ ബോണിലാണ് കാണുക, തലയോട്ടിയിലാണ് കാണുക. ഇനി രണ്ടാമത്തത് കാർട്ടിലേജിനസ് ജോയിൻറ്റ്. ബോണും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാർട്ടിലേജ് കൊണ്ടായിരിക്കും. ബോൺസ് ആർ ജോയിൻറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർട്ടിലേജ്. അതിൻ്റെ എക്സാമ്പിളാണ്, നമുക്കത് എവിടെയാണ് കാണാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ വെർട്ടീബ്രൽ കോളം, നട്ടെല്ലുകൾക്കിടയിലാണ് ഇത് കാണാൻ പറ്റുക. ബോണും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാർട്ടിലേജ് കൊണ്ടാണ്. ഇതൊരു പരിധി വരെ മാത്രമേ മൂവ്മെൻറ്റ് നടക്കുകയുള്ളൂ, ലിമിറ്റഡ് മൂവ്മെൻറ്റ്. ഫൈബ്രസ് ജോയിൻറ്റ് മൂവ്മെൻറ്റേ നടക്കില്ല, പക്ഷേ കാർട്ടിലേജസ് ജോയിൻറ്റ് ഒരു ലിമിറ്റഡ് മൂവ്മെൻ്റ് ആണ് നടക്കുക. ഇതെവിടെ കാണാൻ പറ്റുക? വെർട്ടീബ്രൽ കോളത്തിലാണ്. ഇനി മൂന്നാമത്തെ സൈനോവിയൽ ജോയിൻറ്റ്. ബോണും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സൈനോവിയൽ ഫ്ലൂയിഡ് കൊണ്ടാണ്. ബോണും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സൈനോവിയൽ ഫ്ലൂയിഡ് കൊണ്ടാണ് എന്ന് പറയാം. ഓക്കെ, അവിടെ ഒരു ഫ്ലൂയിഡ് കൊണ്ടാണ് 2 ബോണുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവുക. ഇതൊരു ബോണാണ്, ഇതൊരു ബോണാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ എന്താ ഉണ്ടാവുക? സൈനോവിയൽ ഫ്ലൂയിഡ് ആണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് വരിക. ഇനി ഈ ഒരു സൈനോവിയൽ ജോയിൻറ്റ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഒന്ന് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഏതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്? ഷോൾഡർ ജോയിൻറ്റ്, ഹിപ്പ് ജോയിൻറ്റ് എന്നൊക്കെ പറയും. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിൽ ഏതൊക്കെയാണ്? ഷോൾഡർ ജോയിൻ്റ് ഉണ്ട്, ഹിപ്പ് ജോയിൻ്റ് ഒക്കെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. രണ്ടാമത്തത് ഹിഞ്ച് ജോയിൻറ്റ്. ഏതാണ് ഹിഞ്ച് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ? എൽബോ ജോയിൻറ്റും ഉണ്ട്, നീ ജോയിൻറ്റും ഉണ്ട്. എൽബോ ജോയിൻറ്റ്, നീ ജോയിൻ്റ് ഒക്കെ ഹിഞ്ച് ജോയിൻ്റ് ആണ്. മൂന്നാമത്തത് ഗ്ലൈഡിങ് ജോയിൻറ്റ് എന്ന് പറയും. ഗ്ലൈഡിങ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ കാർപ്പൽ ബോൺ, കയ്യിലെ കാർപ്പൽ ബോണിലാണ് ഗ്ലൈഡിങ് ജോയിൻറ്റ് ഉണ്ടാവുന്നത്. ഇനി കയ്യിലും കാലിലൊക്കെ ഗ്ലൈഡിങ് ജോയിൻ്റ് ആണ്, കാർപ്പൽസ് കേട്ടോ. കാലിൽ ടാർസൽസ് എന്ന് പറയും. അപ്പോൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഹിപ്പ് ജോയിൻറ്റും ഷോൾഡർ ജോയിൻറ്റും, ഹിഞ്ച് ജോയിൻറ്റ്, നീ ജോയിൻറ്റും, എൽബോ ജോയിൻറ്റും, ഗ്ലൈഡിങ് ജോയിൻറ്റ്, കാർപ്പൽ ബോൺസ്. ഇനി പൈവോട്ട് ജോയിൻറ്റ്. പിവോട്ട് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്ലസിൻ്റെയും ആക്സിസിൻ്റെ ഇടയിൽ, നമ്മുടെ കഴുത്തിലുള്ള അറ്റ്ലസ് ആക്സിസിലുള്ളതാണ് പൈവോട്ട് ജോയിൻറ്റ്. സാഡിൽ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പ്. കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പിലാണ് ഇത് കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എവിടെയാണ്? ഷോൾഡർ ജോയിൻറ്റ്, ഹിപ്പ് ജോയിൻറ്റ്. ഹിഞ്ച് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എൽബോ ജോയിൻറ്റും നീ ജോയിൻറ്റും. ഗ്ലൈഡിങ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ കാർപ്പൽ ബോൺസ്. പൈവോട്ട് ജോയിൻറ്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. സാഡിൽ ജോയിൻറ്റ് ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പ് എന്ന് പറയും. ഇനി ഈ 2 ഫിഗർ പഠിക്കാം. ഇത് ആക്റ്റിൻ്റെ ഫിഗർ, ഇത് ലേബൽ ചെയ്യാൻ പഠിക്കാം. ഇത് മയോസിൻ അല്ല, മയോസിൻ്റെ ഒരു മോണോമറാണ്. നമ്മളിതിനെ മെറോമയോസിൻ എന്ന് പറയും. ഇതിലെ ലേബലിംഗ് നോക്കുകയാണെങ്കിൽ ഇത് ആക്റ്റിൻ, ആക്റ്റിനിൽ ട്രോപ്പോണിൻ ആണ് ആദ്യം തന്നിരിക്കുന്നത്, പിന്നെ ട്രോപ്പോമയോസിൻ, പിന്നെ എഫ് ആക്റ്റിൻ. ഓക്കെ, അപ്പോൾ ട്രോപ്പോണിൻ, പിന്നെ ട്രോപ്പോമയോസിൻ, എഫ് ആക്റ്റിൻ. ഈ തന്നിരിക്കുന്നത് മയോസിൻ്റെ ഒരു മോണോമറാണ്. ഇതിന് പറയുന്ന പേര് മെറോമയോസിൻ. ഇതിൽ ഈ ഭാഗത്തെ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റും ഈ ഭാഗം ATP ബൈൻഡിങ് സൈറ്റുമാണ്. ഇത്രയും പഠിക്കണം.
പിന്നെ നമുക്ക് ചില രോഗങ്ങളാണ് അവിടെ തന്നിരിക്കുന്നത്. ഗൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റുകൾക്ക് വരുന്ന നീരാണ്, പക്ഷെ അത് യൂറിക് ആസിഡ് ക്രിസ്റ്റൽ കൊണ്ടായിരിക്കും. ഓക്കെ, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ് ഡ്യൂ ടു യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്. ഓസ്റ്റിയോപോറോസിസ് ഏജ് റിലേറ്റഡ് ഡിസോർഡർ ആണ്. ബോണിന്റെ കനം കുറയുക, ബോണ് പെട്ടെന്ന് പൊട്ടുക. ടെറ്റനി. ഓക്കെ, ടെറ്റനി എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിന്റെ അളവ് കുറയുക, മസിൽസ് ടൈറ്റ് ആവുക. കാൽഷ്യത്തിന്റെ അളവ് കുറയുമ്പോൾ മസിൽസ് ടൈറ്റ് ആകുന്ന കണ്ടീഷനെയാണ് ടെറ്റനി എന്ന് പറയാം. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ജോയിന്റുകൾക്ക് വരുന്ന നീരിനെയാണ് ആർത്രൈറ്റിസ് എന്ന് പറയാം. ഗൗട്ട് ജോയിന്റുകൾക്ക് വരുന്ന നീര്, പക്ഷേ യൂറിക് ആസിഡാണ്. ഓസ്റ്റിയോപോറോസിസ് എല്ല് തേയ്മാനം. ഓക്കെ, എല്ല് പെട്ടെന്ന് പൊട്ടുക. ടെറ്റനി എന്ന് പറഞ്ഞാൽ മസിൽസ് ടൈറ്റ് ആവുക, കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ജോയിന്റുകൾക്ക് വരുന്ന നീര്. ഈ ആർത്രൈറ്റിസും ഗൗട്ടും ഏകദേശം നീര് വരുന്നതാണ് ജോയിന്റിന്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിയിട്ട് നീര് വരുന്നതാണ് ഗൗട്ട്. നമുക്ക് ഒരു മസിൽ കൺട്രാക്ഷൻ്റെ ഒരു ഓർഡർ ആക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആദ്യം നമുക്ക് പറയാം സെൻട്രൽ നെർവസ് സിസ്റ്റം സിഗ്നൽ മസിൽസിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സിഗ്നൽ വഴി ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസാവും. റിലീസ് ചെയ്ത ന്യൂറോ ട്രാൻസ്മിറ്റർ സാർക്കോപ്ലാസത്തിൽ നിന്ന് കാൽഷ്യം അയോണെ റിലീസ് ചെയ്യിപ്പിക്കും. ഈ റിലീസ് ചെയ്ത കാൽഷ്യം അയോൺ ഒരു ട്രോപ്പോണിൻ സബ് യൂണിറ്റിലേക്ക് പോയിട്ട് ബൈൻഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഈ മാസ്കിങ് റിമൂവ് ആവും. ചുരുക്കി പറഞ്ഞാൽ മയോസിൻ ആക്റ്റിന് പോയി ബൈൻഡ് ചെയ്യും. ഇതാണ് ശരിക്കും ഒരു മസിൽ കൺട്രാക്ഷൻ്റെ ഒരു അല്ലെങ്കിൽ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ്റെ ഒരു സ്റ്റെപ്പ്. ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇതേപോലെ പഠിച്ചാൽ മതി. ഒന്ന്, സെൻട്രൽ നെർവസ് സിസ്റ്റം സിഗ്നൽ സെൻഡ് ചെയ്യുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റർ മസിൽസിലേക്ക് വീഴുന്നു, സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നിന്ന് കാൽഷ്യം അയോൺ വരുന്നു, കാൽഷ്യം അയോൺ ഒരു ട്രോപ്പോണിനിലേക്ക് പോയി ബൈൻഡ് ചെയ്യുന്നു, അങ്ങനെ മയോസിൻ ആക്റ്റിനെ പോയി ബൈൻഡ് ചെയ്യും. ഒന്നും കൂടെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് മസിൽസിലേക്ക് ഇമ്പൾസ് വരുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് മസിൽസിലേക്ക് വീഴുന്നു, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് കാൽഷ്യം അയോൺ റിലീസ് ചെയ്യുന്നു, ഈ കാൽഷ്യം അയോൺ പോയിട്ട് ഒരു ട്രോപ്പോണിനെ പോയി ബൈൻഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പറയുന്നുണ്ട് മയോസിൻ ആക്റ്റിനെ പോയി ബൈൻഡ് ചെയ്യും. ഇനി നമുക്ക് റെഡ് മസിൽ ഫൈബറും വൈറ്റ് മസിൽ ഫൈബറും തമ്മിലുള്ള ഡിഫറൻസുകളാണ് പറയുന്നത്. റെഡ് മസിൽ ഫൈബറും വൈറ്റ് മസിൽ ഫൈബറും എന്താ ഇവ തമ്മിലുള്ള വ്യത്യാസം? റെഡ് മസിൽ ഫൈബറിൽ മയോഗ്ലോബിൻ കണ്ടന്റ് കൂടുതലായിരിക്കും, വൈറ്റ് മസിൽ ഫൈബറിൽ മയോഗ്ലോബിൻ കണ്ടന്റ് കുറവാണ്. ഇത് എയറോബിക് മസിൽസ് ആണ്, മറ്റത് അനേറോബിക് ആണ്. ഇതിൽ മൈറ്റോകോൺട്രിയ റെഡ് മസിൽ ഫൈബറിൽ ഒരുപാട് ഉണ്ടാകും, വൈറ്റ് മസിൽ ഫൈബറിൽ മൈറ്റോകോൺട്രിയ വളരെ കുറവായിരിക്കും. ഇപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. റെഡ് മസിൽ ഫൈബറിൽ മയോഗ്ലോബിൻ കണ്ടന്റ് കൂടുതൽ, വൈറ്റ് മസിൽ ഫൈബറിൽ മയോഗ്ലോബിൻ കണ്ടന്റ് കുറവ്. റെഡ് മസിൽ ഫൈബർ എയറോബിക്, വൈറ്റ് മസിൽ ഫൈബർ അനേറോബിക്. മറ്റൊന്ന്, റെഡ് മസിൽ ഫൈബറിൽ മൈറ്റോകോൺട്രിയ പ്ലെൻറ്റി ആണ്, വൈറ്റ് മസിൽ ഫൈബറിൽ മൈറ്റോകോൺട്രിയ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം റെഡ് മസിൽ ഫൈബറിൽ കുറവായിരിക്കും. എല്ലാം കൂടുതലാണ് ഇവിടെ പറഞ്ഞ്, മൈറ്റോകോൺട്രിയ കൂടുതലാണ്, മയോഗ്ലോബിൻ കൂടുതലാണ്, പക്ഷേ സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം കുറവാണ്. വൈറ്റ് മസിൽ ഫൈബറിൽ നോക്കുക, സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്നുള്ള ചാപ്റ്ററാണ്. നോക്കാം, ഇവിടെ നമുക്ക് ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ആദ്യം സെൻട്രൽ നെർവസ് സിസ്റ്റം, ഇവിടെ എന്താ പറയുക, പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിനും ഉണ്ട്, സ്പൈനൽ കോഡും ഉണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിൻ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം ഉണ്ട്, അതേപോലെ ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം ഉണ്ട്. ഈ ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റത്തിൽ സിമ്പതറ്റിക്കും ഉണ്ട്, പിന്നെ ഏതാണ്, പാരാസിമ്പതറ്റിക്കും ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കാം. അതായത് സെൻട്രൽ നെർവസ്, ആദ്യം പറയുന്നു ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റത്തിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ബ്രെയിന്, സ്പൈനൽ കോഡ്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം, ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം. ഈ ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റമാണ് സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. ഇനി നമുക്ക് ഈ ഒരു ബ്രെയിനിൻ്റെ 3 ഡിവിഷൻ നോക്കാം. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഈ ഫോർ ബ്രെയിനിൽ തന്നെ സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. മിഡ് ബ്രെയിനിൽ നമുക്ക് പഠിക്കാനുള്ളത് കോർപ്പോറ, ക്വാഡ്രിജെമിന. ഹൈൻഡ് ബ്രെയിനിൽ പോൺസ്, സെറിബെല്ലം, മെഡുല്ല ഒബ്ലങ്കേറ്റ. നോക്കൂ, ബ്രെയിനിൽ ഫോർ ബ്രെയിൻ ഉണ്ട്, മിഡ് ബ്രെയിൻ ഉണ്ട്, ഹൈൻഡ് ബ്രെയിൻ ഉണ്ട്. ഈ ഫോർ ബ്രെയിനിൽ വരുന്നതാണ് സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. മിഡ് ബ്രെയിനിൽ കോർപ്പോറ, ക്വാഡ്രിജെമിന എന്ന് പറയും. ഹൈൻഡ് ബ്രെയിനിൽ വരുന്നതാണ് സെറിബെല്ലം, മെഡുല്ല ഒബ്ലങ്കേറ്റ. ഇനി ഇവിടെ ചോദിക്കുന്നത് ഏതൊക്കെ 3 ലെയറാണ് ക്രേനിയൽ മെനിഞ്ചസിനുള്ളത്? ഔട്ടർ ലെയർ ഡ്യൂറാ മാറ്റർ, മിഡിൽ ലെയർ ആരക്കനോയിഡ് മാറ്റർ. നോക്കൂ, ഔട്ടർ ലെയർ ഡ്യൂറാ മാറ്റർ,
മിഡിൽ ലെയർ ആരക്കനോയിഡ് മാറ്റർ, ഇന്നർ ലെയർ ആകട്ടെ പിയ മാറ്റർ. അതായത് ബ്രെയിൻ ടിഷ്യൂവുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ളതാണ് പിയ മാറ്റർ എന്ന് പറയും. ഓക്കെ, ഡുറാ മാറ്റർ, ആരക്കനോയിഡ് മാറ്റർ ആൻഡ് പിയ മാറ്റർ. ഇനി നോക്കി ഇവിടെ കെമിക്കൽ സിനാപ്സും ഇലക്ട്രിക്കൽ സിനാപ്സും തമ്മിൽ വ്യത്യാസം. ഞാനിവിടെ ആദ്യം ഇലക്ട്രിക്കൽ സിനാപ്സ് എഴുതുന്നു, ഇവിടെ കെമിക്കൽ സിനാപ്സും കൊടുക്കുന്നു. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇലക്ട്രിക്കൽ സിനാപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ന്യൂറോണുകൾക്ക് തമ്മിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിലും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലും ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഇവിടെ അല്ല, ആബ്സെൻ്റ് ആണ്. ഇവിടെ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ടാവും. കെമിക്കൽ സിനാപ്സിൽ രണ്ട് ന്യൂറോണുകൾക്കിടയിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ടാവും. ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാവില്ല. ഇലക്ട്രിക്കൽ സിനാപ്സിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാവില്ല. ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ കെമിക്കൽ സിനാപ്സിൽ ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സിനാപ്സ് നമ്മുടെ ബോഡിയിൽ വളരെ റെയറാണ്. കെമിക്കൽ സിനാപ്സ് നമ്മുടെ ബോഡിയിൽ കോമൺ ആണ്. അതുപോലെ തന്നെ കെമിക്കൽ സിനാപ്സും വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക്കൽ സിനാപ്സിൻ്റെ സ്പീഡ് ഓഫ് കണ്ടക്ഷൻ വളരെ ഫാസ്റ്റാണ്. സ്പീഡ് ഓഫ് കണ്ടക്ഷൻ വളരെ കുറവാണ് കെമിക്കൽ സിനാപ്സിൽ എന്നും പറയാം. ഓക്കെ, ഞാൻ 4 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. രണ്ട് സെറിബ്രൽ ഹെമിസ്ഫിയറുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഏതാണ്? ഇപ്പോൾ 2 സെറിബ്രമാണ് ഇത് കൂട്ടിക്കൊള്ളാം. ഇത് ഒരു സെറിബ്രത്തിൻ്റെ 2 പാർട്ട്, സെറിബ്രൽ ഹെമിസ്ഫിയർ. ഈ 2 സെറിബ്രൽ ഹെമിസ്ഫിയറുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇതിന് പറയുന്ന പേരാണ് കോർപ്പസ് കലോസം. 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ആർ കണക്റ്റഡ് ബൈ ട്രാക്റ്റ് ഓഫ് ഫൈബർ എന്ന് വെച്ചാൽ ബണ്ടിൽ ഓഫ് ആക്സോൺ. ബണ്ടിൽ ഓഫ് ആക്സോൺ കൊണ്ടാണ് 2 സെറിബ്രൽ ഹെമിസ്ഫിയറുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് കോർപ്പസ് കലോസം എന്ന് പറയും. അടുത്ത് നോക്കൂ, 4 റൗണ്ടഡ് സ്വെല്ലിംഗ് ഇൻ മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിനിൽ കാണുന്ന 4 റൗണ്ട് സ്വെല്ലിങ്ങിന് പറയുന്ന പേരാണ് കോർപ്പോറ ക്വാഡ്രിജെമിന എന്ന് പറയും. കോർപ്പോറ ക്വാഡ്രിജെമിന എന്നാണ് പറയുക. 4 റൗണ്ട് സ്വെല്ലിങ്ങുകൾ മിഡ് ബ്രെയിനിൽ കാണാം. അതിന് പറയുന്ന പേരാണ് കോർപ്പോറ ക്വാഡ്രിജെമിന. പിന്നെ ഈ ഒരു സ്ട്രക്ചർ പഠിക്കണം. ഓക്കെ, സിനാപ്സിലെ ഇതിനെ ലേബൽ ചെയ്യാൻ പഠിക്കണം. ഇത് സിനാപ്റ്റിക് വെസിക്കിളാണ്, പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ആണ്, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ആണ്, പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ആണ്. അപ്പോൾ സിനാപ്സ് എന്ന് പറഞ്ഞാൽ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. പിന്നെ ഇത് റിസപ്റ്റേഴ്സ്. ഇത് ശരിക്കും പഠിക്കണം. ഇനി നമുക്ക് എടുക്കാനുള്ള ഭാഗമാണ് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. ലാസ്റ്റ് ചാപ്റ്ററാണ്. നോക്കാം, ഇവിടെ ചില രോഗങ്ങൾ തന്നിട്ടുണ്ട്. അത് ഏതെല്ലാം ഹോർമോണൽ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ADHൻ്റെ കുറവ്, അതായത് വാസോപ്രസിൻ്റെ അളവ് കുറവ്. വാസോപ്രസിൻ്റെ അളവ് കുറയുമ്പോൾ വെള്ളം ബോഡിയിൽ നിൽക്കാത്തൊരവസ്ഥ വരും. ഓക്കെ, അതിന് പറയുന്ന പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ക്രെറ്റിനിസം എന്ന് പറയും. ക്രെറ്റിനിസം എന്ന് പറഞ്ഞാൽ T3 T4 തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറയുമ്പോൾ ചെറിയ കുട്ടികളിൽ വരുന്ന പ്രശ്നമാണ് ക്രെറ്റിനിസം. ഡയബറ്റിസ് മെലിറ്റസ്, ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവിൽ കുറവ് വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഡ്വാർഫിസം. ഓക്കെ, ഇന്നോട് നോക്കിക്കോളൂ. ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ADHൻ്റെ അളവ് കുറയുക. ഡയബറ്റിസ് മെലിറ്റസ്, ഇൻസുലിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്നതാണ്. ക്രെറ്റിനിസം എന്ന് പറയുന്നത് T3 T4ൻ്റെ അളവ് കുറയുക. ഡ്വാർഫിസം എന്ന് പറയുന്നത് ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കുറയുക. നെയിം 2 ടൈപ്സ് ഓഫ് സെൽസ് ഇൻ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. 2 തരത്തിലുള്ള സെല്ലുകൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ ഏതൊക്കെയാണ്? ഒന്ന് ആൽഫ സെൽസും ഉണ്ട്, മറ്റൊന്ന് ബീറ്റ സെല്ലും ഉണ്ട്. 2. ഓക്കെ, ഓരോ ഫങ്ഷൻ, ഈ സെല്ലിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആൽഫ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയും. ഓക്കെ, ബീറ്റ സെല്ല് ഉണ്ടാക്കുന്നതാണ് ഇൻസുലിൻ. ഗ്ലൂക്കഗോണിൻ്റെ ഫങ്ഷൻ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോണാണ്. ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്നവരാണ് ഇവർ. ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോണാണ്. ഇൻസുലിൻ ആകട്ടെ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോണാണ്. ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്നവരാണ് ഇവർ. ഓക്കെ, പിന്നെ ഈ ഒരു ആൽഫ സെല്ല് ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കുകയാണ് ചെയ്യുക. ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആക്കും. ഇൻസുലിൻ അങ്ങനെയല്ല, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇവിടെ പഠിക്കേണ്ടത്. ഇനി നോക്കിക്കോളൂ, നെയിം ദ ഗ്ലാൻഡ് വേർ ദ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഫൗണ്ട്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കാണാൻ കഴിയുന്ന ഗ്ലാൻഡ് ഏതാണ്? ഇറ്റ് ഈസ് പാൻക്രിയാസ്. പാൻക്രിയാസിലാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഉള്ളത്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് 2 തരത്തിലുള്ള സെല്ല് ഉണ്ട്, ആൽഫ സെല്ലും ബീറ്റ സെല്ലും. മെയിൻ സെല്ലുകൾ 2 ആൽഫ സെല്ലും ബീറ്റ സെല്ലും. ആൽഫ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് ഗ്ലൂക്കഗോൺ, ബീറ്റ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് ഇൻസുലിൻ. ഇനി നോക്കൂ,
ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. പൈനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേര് മെലാറ്റോണിൻ എന്ന് പറയും. 24 മണിക്കൂറുമുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയും. തൈമോസിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗ്ലാൻഡിൻ്റെ പേര് തൈമസ് ഗ്ലാൻഡ് ആണ്. പ്രധാനമായിട്ട് ഇവരുടെ ഫംഗ്ഷൻ ചോദിക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്ന് പഠിച്ചാൽ മതി. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട് എന്ന് പറയാം. ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ഗൊണാഡായ ടെസ്റ്റിസ്. ഓക്കെ, അപ്പോൾ പൈനിയൽ ഗ്ലാൻഡ് മെലാറ്റോണിൻ 24 hour ഡയോണർ റിതം, തൈമസ് ഗ്ലാൻഡ് തൈമോസിൻ ഇമ്മ്യൂണിറ്റി, ടെസ്റ്റിസ് ആൻഡ്രോജൻ സ്പെർമറ്റോജനസിന് സഹായിക്കുന്നു. പിന്നെ ഈ ഒരു ഫിഗർ പഠിക്കണം, നമുക്ക് ലേബൽ ചെയ്യാനാണ് വരിക. ഇതൊരു സ്റ്റിറോയിഡ് ഹോർമോൺ ആണെങ്കിൽ അതിൻ്റെ റിസപ്റ്റർ ഉണ്ടാവുക ഇൻട്രാ സെല്ലുലാർ റിസപ്റ്ററിലാണ്. അതായത് DNA യിലായിരിക്കും അതിൻ്റെ റിസപ്റ്റർ ഉണ്ടാവുക. ഇതൊരു സ്റ്റിറോയിഡ് ഹോർമോൺ ആണ്, അപ്പോൾ അതിൻ്റെ റിസപ്റ്റർ ഉള്ളത് ഇൻട്രാ സെല്ലുലാർ ആണ്, സെല്ലുകൾക്കകത്താണ്. നോക്കൂ, ഒരു ഹോർമോൺ സെൽ മെംബ്രെയിനിലൂടെ കടന്നു വന്ന് ന്യൂക്ലിയർ മെംബ്രെയിനിലൂടെ പോയി. ഇതാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. എ എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആണ്. പിന്നെ ഇത് ജിനോം എന്ന് പറയും. ജിനോം എന്ന് പറഞ്ഞാൽ DNA യിൽ നിന്ന് പിന്നെ RNA ഉണ്ടായി, പ്രോട്ടീൻ ഉണ്ടായി, ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2 സ്റ്റിറോയിഡ് ഹോർമോൺ ആണ്. ഒന്ന് പ്രൊജസ്റ്റിറോൺ. പ്രൊജസ്റ്റിറോൺ ഒരു സ്റ്റിറോയിഡ് ഹോർമോൺ ആണ്. ടെസ്റ്റോസ്റ്റിറോൺ പറയാം. പിന്നെ വേറൊന്ന് പറയുകയാണെങ്കിൽ എസ്ട്രാഡയോൾ എന്നും പറയാം. ടെസ്റ്റോസ്റ്റെറോണും പിന്നെ എസ്ട്രാഡയോൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 2 സ്റ്റിറോയിഡ് ഹോർമോൺ, പ്രൊജസ്റ്റിറോൺ, ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, പിന്നെ നമുക്ക് പറഞ്ഞു ഹോർമോൺ അത് സെല്ലിൻ്റെ അകത്തുള്ള റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്യും. അതായത് നമുക്ക് പറയാൻ പറ്റും ഈ റിസപ്റ്റർ സെല്ലിൻ്റെ അകത്താണ്, അതിന് ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റർ എന്നാണ് പറയാം. ഓക്കെ, അവിടെയാണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവുക. പിന്നെ ജിനോം, പ്രോട്ടീൻ, ഫിസിയോളജിക്കൽ റെസ്പോൺസ്. നമുക്ക് ഒരു ബോയ് ലിഫ്റ്റിൽ ട്രാപ്പ് ചെയ്ത് കുടുങ്ങിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാർട്ട് റേറ്റും കൂടി, ബ്രീത്തിങ് റേറ്റും കൂടി. ഏത് ഹോർമോണാണ് ഇതിന് കാരണം? അഡ്രീനാലിൻ അതേപോലെ നോർ അഡ്രീനാലിൻ കൊണ്ടാണ് ഈ ഒരു ഹാർട്ട് റേറ്റ് കൂടുന്നത്. നമ്മളിതിനെ എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ എന്നൊക്കെ പറയും. 2, ഈ ഹോർമോണിനെ നമ്മൾ കളക്റ്റീവ്ലി പറയുന്ന പേരെന്താണ്? ഇതിനെ നമ്മൾ എമർജൻസി ഹോർമോൺസ് എന്ന് പറയാം. മാത്രമല്ല നമ്മളിതിനെ കാറ്റെക്കൊളമൈൻസ് എന്ന് പറയാം. എമർജൻസി ഹോർമോൺ അല്ലെങ്കിൽ നമുക്കിതിനെ കളക്റ്റീവ്ലി നമുക്കിതിനെ കാറ്റെക്കൊളമൈൻസ് എന്ന് പറയാം. ഏത് ഗ്ലാൻഡാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? അഡ്രീനൽ ഗ്ലാൻഡാണ്. കിഡ്നിയുടെ മുകളിൽ കാണുന്ന അഡ്രീനൽ ഗ്ലാൻഡാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. എവിടെയാണ് ഇത് കാണുക എന്ന് വെച്ചാൽ എബോവ് ദ കിഡ്നി. കിഡ്നിയുടെ മുകളിൽ കാണുന്ന അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ അഡ്രീനൽ മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോണാണ് അഡ്രീനാലിൻ, നോർ അഡ്രീനാലിൻ. ഇതിനെ നമ്മൾ കാറ്റെക്കൊളമൈൻസ് അല്ലെങ്കിൽ എമർജൻസി ഹോർമോൺ എന്ന് പറയും. ഇവരാണ് ഹാർട്ട് റേറ്റ് കൂട്ടുക, റെസ്പിറേഷൻ റേറ്റ് കൂട്ടുക. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഞാനൊരു പാമ്പിനെ എടുത്ത് നിങ്ങളുടെ ദേഹത്തേക്ക് ഇട്ടാൽ നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും? ഒന്ന് അലർട്ടാവും, ഹാർട്ട് റേറ്റ് കൂടും, റെസ്പിറേഷൻ റേറ്റ് കൂടും, പിന്നെ അതേപോലെ തന്നെ സ്വെറ്റിംഗ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഈ ഒരു ഹോർമോണിൻ്റെ പ്രത്യേകത. ഇനി നോക്കൂ, ഈ ആൻഡ്രോജൻ ഇവർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗ്ലാൻഡ് ഏതാണ്? ടെസ്റ്റിസ്. ഓക്കെ, ഒന്ന് ഇതിൻ്റെ ഫംഗ്ഷൻ നോക്കൂ. മെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസ്. തൈമസിൻ്റെ ഹോർമോൺ തൈമോസിൻ, നമ്മൾ ഇതിന് മുൻപൊരു കോളത്തിൽ പഠിച്ചു. തൈമോസിൻ ഫംഗ്ഷൻ ഇമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ ഗ്ലൂക്കാഗോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗ്ലാൻഡ് പാൻക്രിയാസ്. ഗ്ലാൻഡാ ചോദിച്ചത് കേട്ടോ. പിന്നെ പൈനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ മെലാറ്റോണിൻ എന്ന് പറയും. ഫംഗ്ഷൻ 24 hour ഡയോർണൽ റിതം. ഇതേപോലെ പഠിച്ചു വെച്ചോ. ചോദ്യം എന്തായാലും 1 or 2 ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് തന്നെ വരും. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോൺ ആൻഡ്രോജൻ, സെക്കൻഡറി സെക്സ് ഓർഗൻസിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. തൈമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ തൈമോസിൻ, ഫംഗ്ഷൻ ഇമ്മ്യൂണിറ്റി. പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഗ്ലൂക്കോഗോൺ, മെയിൻറ്റെയിൻ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. പൈനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ മെലാറ്റോണിൻ, 24 hour ഡയോണൽ റിതം. ഇനി ഈ ഒരു ഫിഗർ നിങ്ങൾ ലേബൽ ചെയ്യാൻ പഠിക്കണം. 1 ഹൈപ്പോതലാമസ്, 2 പോർട്ടൽ, ഇവിടെ ഡി മാർക്ക് ചെയ്തിരിക്കുന്ന പോർട്ടൽ സർക്കുലേഷൻ. ഇത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, ഇത് പാർസ് ഇന്റർമീഡിയ എന്ന് പറയും. ഇത് അഡിനോ ഹൈപ്പോഫൈസിസ്, ഇത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയും, പാർസ് ഡിസ്റ്റാലിസ്. ഇത് പാർസ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയാം. ഇത് പോർട്ടൽ സർക്കുലേഷൻ. അടുത്തത് തന്നിരിക്കുന്നത് ഹൈപ്പോതലാമസ്. മക്കളെ, ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ നന്നായിട്ട് എക്സാം എഴുതുക. സോ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ.